മായും പദവിയായും ഭാഗ്യമായും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, ഈ സംഘടനയുടെ ജനറൽ പ്രസിഡന്റ്, മനോഹരമായ ഗാനാലാപനങ്ങളിലൂടെ ആരാധനയുടെ സവിശേഷമായ തലങ്ങളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ഗായക സംഘം, കർത്തൃവേലിൽ അധ്വാനം ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായ കർത്തൃ ശുശ്രൂഷകർ, ദൈവവചന കേൾവിക്കും ആരാധനയ്ക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ സദസ്സ്, ഈ ശബ്ദവാഹിനിയുടെ ശ്രവണസീമയിൽ വീടുകളിലും വീഥികളിലും ബീച്ചുകളിലുമൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ആദരണീയരായ ശ്രോതാക്കൾക്കും ഈ രാത്രി ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ യോഗത്തിൻ്റെ ഏറ്റവും സിംഹ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. അത് ദൈവവചനത്തിൻ്റെ പ്രഘോഷണമാണ്. അതുകൊണ്ട് ദൈവമേനോട് സംസാരിക്കണമേ എന്ന ഹൃദയംഗമായ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. എന്നെ കഴിഞ്ഞ രാത്രിയിലും ഈ രാത്രിയിലും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച ഇവിടെയുള്ള പ്രാദേശിക സഭയുടെ ആദരനായ പാസ്റ്റർ, എല്ലാവർക്കുമുള്ള അദ്വൈതമായ നന്ദിയെ ഈ രാത്രിയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാ നിസ്സീമമായ സഹകരണങ്ങൾക്കും നിസ്സീമമായ സഹായങ്ങൾക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രമേയത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഒരുപാട് ചാരിതാർത്ഥ്യം, അഭിമാനം ഇന്ന് രാത്രി തോന്നുകയാണ്. ഈ രാത്രിയിൽ ഈ സുവിശേഷ യോഗങ്ങളുടെ കടശി രാത്രിയിൽ എൻ്റെ കേൾവിക്കാരായ സഹൃദയരെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് സുവിശേഷത്തിൻ്റെ വക്താവായിട്ടാണ്. ഒരു മരുന്നിൻ്റെയോ മതത്തിൻ്റെയോ മാർഗത്തിൻ്റെയോ മനുഷ്യൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വക്താവായിട്ടല്ല ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്, സുവിശേഷത്തിൻ്റെ വക്താവായിട്ടാണ്. സുവിശേഷത്തിൻ്റെ വക്താവായിട്ട് ഈ കടശ രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് സുവിശേഷമെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ദൈവത്തിൻ്റെ നാടെന്ന നാമത്തിൽ അറിയപ്പെടുന്ന കൊച്ചു കേരളം, സമ്പൂർണ്ണ സാക്ഷരതയുടെ കേരളം, നിരവധി ആധ്യാത്മിക സമ്മേളനങ്ങളും ആധ്യാത്മിക നേതാക്കന്മാരെ കൊണ്ട് മരങ്ങ തകർക്കുന്ന ദൈവത്തിൻ്റെ നാടായ കൊച്ചു കേരളത്തിൽ നിന്ന് സുവിശേഷത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ വ്യാപകമായി പരക്കെ പടർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവരായി നാം പാർക്കുന്നത്. ചില മാസങ്ങൾക്ക് മുമ്പ് തിരക്കുള്ളൊരു പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് നടത്തപ്പെടുന്ന ഒരു മതപ്രഭാഷണത്തിൻ്റെ ശീലികൾ മാറി നിന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ശ്രദ്ധിച്ച പ്രഭാഷണ പരമ്പരയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, സ്വതന്ത്ര ഭാരതത്തിലെ ദൈവത്തിൻ്റെ നാടായ കേരളത്തിലും ഇന്ന് സുവിശേഷത്തെ പറ്റിയുള്ള അബദ്ധധാരണകൾ എത്രയോ വ്യാപകമായി പരക്കെ പടർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ ഭാരത മണ്ണിലേക്ക് കാലങ്ങൾക്ക് പുറകിൽ വിദേശ രാജ്യക്കാർ പലതും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിലേക്ക് പറങ്ങാണ്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അയൽ രാജ്യക്കാരുടെ റബ്ബർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഭാരതത്തിൻ്റെ മണ്ണിൽ വിദേശ രാജ്യക്കാർ പലതും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഏതോ ഒരു വിദേശ രാജ്യത്തിൻ്റെ ഇറക്കുമതി ചരക്കായിട്ടാണ് മാനവ സമൂഹം സുവിശേഷത്തെ ദർശിക്കുന്നത്. ഈ ശബ്ദവാഹിനിയുടെ ശ്രവണപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, അഭിമാന പുരസ്സരം ഞങ്ങളിവിടെ വിളംബരം ചെയ്യുന്ന പവിത്ര സുവിശേഷം ഒരു വിദേശ രാജ്യത്തിൻ്റെ ഇറക്കുമതി ചരക്കല്ല. ഇത് വെള്ളക്കാരനായ സായിപ്പിൻ്റെ ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞൊരു സംഗതിയല്ല. ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായ ഭാഷയിൽ പ്രഖ്യാപിക്കുന്നത് സുവിശേഷം സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉലകത്തിൽ പാർക്കുന്ന സമസ്ത മനുഷ്യർക്കും ഉണ്ടാകാനുള്ള ചെറിയ സന്തോഷമല്ല, വലിയ സന്തോഷമാണ് ഈ രാത്രി അഭിമാന പുരസ്സരം ഞങ്ങളിവിടെ വിളംബരം ചെയ്യുന്ന പവിത്ര സുവിശേഷം ആരെയും നശിപ്പിച്ചിട്ടില്ല. മതങ്ങളും മാർഗങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയമൊക്കെ മനുഷ്യനെ തകർത്തു മുടിച്ച് തേച്ച് കഴുകിയിട്ടുണ്ട്. പക്ഷേ സുവിശേഷത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ സുവിശേഷം ആരെയും നശിപ്പിച്ചിട്ടില്ല, സുവിശേഷം ആരെയും തകർത്തിട്ടില്ല, സുവിശേഷം ആരെയും മുടിച്ചു കളഞ്ഞ ചരിത്രമില്ല. സുവിശേഷം മനുഷ്യനെ നന്നാക്കിയ ചരിത്രമേ ഉള്ളൂ. നരപൂജിയെ നരസ്നേഹിയാക്കി മാറ്റാൻ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന് കഴിയും. കുലപാതകനെ കുഞ്ഞാടാക്കി മാറ്റുവാൻ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന് കഴിയും. അവനയുടെ അകല കോണുകളിലും അസംഖ്യ ഭാഷയിൽ അഭിരാമം ഇന്ന് രാത്രിയിലും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തികവുറ്റ കിടയുറ്റ മികവുറ്റ സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തുന്ന പവിത്രമായ സുവിശേഷം. പാരിൽ പിറന്നു വീണ പാപിയായ മനുഷ്യനെ പരത്തിലേക്ക് എത്തിക്കുവാൻ പവിത്രനായ ദൈവം സംവിധാനം ചെയ്ത് മാറ്റിവെച്ച പരമ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം. ഈ സുവിശേഷം
സ്വാധീനിക്കാത്ത മേഖലകളില്ല. ഏതൊക്കെ ഇടവഴികളില്, ഏതൊക്കെ പെരുവഴികളില്, ഏതൊക്കെ നഗരവീഥികളില്, ഏതൊക്കെ ഗ്രാമവീഥികളില്, ഏതൊക്കെ പട്ടണ കവാടങ്ങളിൽ ഈ പവിത്ര സുവിശേഷം വ്യാപരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യനായിട്ടുണ്ട്. ഭാരതീയർക്കെന്നല്ല, കേരളീയർക്കെന്നല്ല, ആഗോള വ്യാപകമായി സുവിശേഷം നൽകിയ സംഭാവനകൾ ഇന്ന് രാത്രി അവർണ്ണനീയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റാം, കുലപാതകനെ കുഞ്ഞാടാക്കി മാറ്റുവാൻ, നിഷ്ഠൂരനെ ഉപകാരിയാക്കി മാറ്റുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന പവിത്ര സുവിശേഷത്തിന് കരുത്തുണ്ട്. ഈ സുവിശേഷം ഏതെല്ലാം മേഖലകളിൽ ചലിച്ചിട്ടുണ്ടോ അവിടൊക്കെ മനുഷ്യനായിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇതിനെതിരെ ഉയരാത്ത വടിവാളുകളില്ല, ഈ സുവിശേഷത്തിനെതിരെ ഉയരാത്ത ബോംബുകളില്ല, ഇതിനെതിരെ ഉയരാത്ത ചെങ്ങലകളില്ല, ഇതിനെതിരെ പാസാക്കാത്ത പ്രമേയങ്ങളും ബില്ലുകളുമില്ല. ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്നും കേരളത്തിന്റെ നെറുകയിൽ നിന്നും പവിത്ര സുവിശേഷത്തിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനങ്ങളെ തുടച്ച് കശക്കിയെറിയുവാൻ അരയും തലയും മുറുക്കി ഏതൊക്കെ വർഗീയ വംശീയ ശക്തികൾ ഇവിടെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടോ ആ സമസ്ത ശക്തികളെയും ചതച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി ചരിത്രത്തിന്റെ ചവിട്ടുകൊറ്റയ്ക്ക് അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് സുവിശേഷം ഇന്ന് രാത്രിയിലും അതിന്റെ ജൈത്രയാത്ര തുടരുകയാ. ഒരു ചെങ്ങലയ്ക്കും ഇതിനെ ബന്ധിക്കാൻ കഴിയത്തില്ല, ഒരു വടിവാളുകൾക്കും ഇതിനെ വെട്ടിമുറിക്കാൻ പറ്റത്തില്ല, ഒരു ബില്ലുകൾക്കും ഇതിനെ ഒതുക്കാൻ പറ്റത്തില്ല. കാര്യം സുവിശേഷം എന്ന മഹാസംരംഭത്തിന്റെ സ്ഥാപകൻ മതമല്ല, മാർഗമല്ല, മനുഷ്യനല്ല, മഹാദൈവമാ. മനുഷ്യന്റെ ശാശ്വതമായ രക്ഷയ്ക്ക് വേണ്ടി കരുത്തനാ ദൈവം സംവിധാനം ചെയ്ത പദ്ധതിയാ സുവിശേഷം. അതുകൊണ്ട് ഇതിന് കൂച്ചുവലങ്ങിടാൻ, ഇതിനെ തടയിടാൻ ഉലകത്തിൽ പര്യാപ്തമായ മറ്റൊരു ശക്തിയില്ല. അത് വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ. ദേശത്തിന്റെ ഏതൊക്കെ കോണിൽ ഞങ്ങൾ ഉയർത്തുന്ന പവിത്ര സുവിശേഷം വ്യാപരിച്ചിട്ടുണ്ടോ അവിടൊക്കെ മനുഷ്യനായിട്ടുണ്ട്. എന്താ സകൃതയിലെ സുവിശേഷം? ഇത്രയുള്ളൂ. തീഷ്ണമായ ദൈവ പദ്ധതിയുടെ ശ്രേഷ്ഠകരമായ പശ്ചാത്തലങ്ങളിൽ ദൈവദൂതന്മാർ സദാ ആർത്തുപാടുന്ന, ജീവജലത്തിന്റെ പളുങ്ങിൻ നദികൾ പതഞ്ഞൊഴുകുന്ന, ഇരുകരയിലും ജീവവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന, വീതി സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്ക തെരുവീതിയുള്ള ആ മഹാനിത്യതയുടെ സംവിധായകനായ ദൈവപിതാവിന്റെ ഏകജാതനാം പുത്രനായി 2013 വർഷങ്ങൾക്ക് പുറകിൽ ഒരു മറിയപ്പെണ്ണിന്റെ ഉദരം കടം വാങ്ങി ഈ താണപാരിലേക്ക് പുറന്നിറങ്ങിയ ശ്രീ യേശുദേവന്റെ ജനന, ജീവിത, മരണ, അടക്ക പുനരുത്ഥാനമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം. ഈ പവിത്രമായ സുവിശേഷം എവിടെല്ലാം വ്യാപരിച്ചിട്ടുണ്ടോ അവിടൊക്കെ മനുഷ്യനായിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? 22ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ കുടിപ്പകയുടെ പേരിൽ പുറത്തൊളിപ്പിച്ചു വെച്ച വടിവാള് വലിച്ചൂരി തർക്കിക്കാൻ വന്നവന്റെ കഴുത്തു നോക്കി വീശി ആ വാളവന്റെ ഗളത്തിലൂടെ കയറി ഇറങ്ങിയപ്പോൾ തലതെറിച്ച് വയലിലും ഉടലെതെറിച്ച് കണ്ടത്തിലും കിടന്ന് പിടയുന്നു, റോഡിലും കിടന്ന് പിടയുന്നു. പിടിച്ചു മാറ്റാൻ വന്നവനെ അതുപോലെ അരിഞ്ഞ് താഴെയിട്ട് 2 മിനിറ്റിൽ 2 വെട്ടിൽ 2 പേരെ കൊലപ്പെടുത്തി 2 കൊലക്കേസ് ഉൾപ്പെടെ 350-ൽ പരം ക്രിമിനൽ കേസിലെ പ്രതിയായി ഈ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുറ സെൻട്രൽ ജയിലിൽ 4.5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഭീകര കൊലയാളി, വാടക കൂലിത്തല്ലുകാരനാകുന്ന ജോസഫ് മാത്യു എന്ന പുളിങ്കുന്നുകാരനെ ഇന്നൊരു നല്ല മനുഷ്യനാക്കിയത്, ഇന്ന് അദ്ദേഹത്തെ ഒരു കുഞ്ഞാടാക്കി മാറ്റിയത് ഇവിടുത്തെ മതമല്ല, ഇവിടുത്തെ മാർഗമല്ല, ഇവിടുത്തെ ഇസങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയമല്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷമാണ്. 15ാം വയസ്സിൽ കളരിയാശാനായി പുറത്തിറങ്ങി 16ാം വയസ്സിൽ കളരിശാലയിട്ട് നൂറുകണക്കിന് കളരി വിദ്യാർത്ഥികളെ അഭ്യാസം പഠിപ്പിച്ച് പുറത്തിറക്കി 18ാം വയസ്സിൽ ചന്തമുട്ടനായും വാടക കൊലയാളിയായും തെരുവിലിറങ്ങി 20ാം വയസ്സിൽ ഒരു രാഷ്ട്രീയ പന്തയപ്പണക്കത്തിന്റെ പേരിൽ പട്ടാപ്പകൽ ജയിലിന്റെ മതിൽ ചാടിക്കടന്ന് പന്തയം പണയവന്റെ കൈപ്പത്തി അരിഞ്ഞ് 50 പൈസ കവർന്നകത്തിട്ട് പന്തയപ്പണക്കമാകുന്ന ഒരു കുപ്പി വാറ്റിച്ചാരായവും ഒരു പ്ലേറ്റ് പോത്തിറച്ചിയും മേടിച്ച് നടുറോഡിൽ കുത്തിയിരുന്ന് തിന്നുകുടിച്ച് നാടും നഗരവും വീടും വീട്ടുകാരെയും കിടുകിട ഉറപ്പിച്ച വാടക കൊലയാളിയും ഭീകര ചന്തമുട്ടനുമായ ജോർജ് എന്ന കോട്ടയംകാരനെ ഇന്നൊരു കുഞ്ഞാടാക്കി മാറ്റിയത്, തന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത്, തന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റിയത് ഇവിടുത്തെ മതമല്ല, ഇവിടുത്തെ മാർഗമല്ല, ഇവിടുത്തെ രാഷ്ട്രീയമല്ല, ഇവിടുത്തെ പ്രത്യയശാസ്ത്രങ്ങളല്ല, ഇവിടുത്തെ തത്വസംഹിതകളല്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന പവിത്ര സുവിശേഷമാണ്. ഒരർദ്ധരാത്രിയുടെ മറവിൽ ഒരു പിച്ചാത്തിപ്പിടിയിൽ പരസ്യമായ ആരണത്തെ
കുത്തിമറത്തി ഒരു വീട് ചോരപ്പുഴയാക്കി ഒരു നാടിനെ കിടുകിട ഉറപ്പിച്ച മദ്രാസിലെ മകൻ എന്നറിയപ്പെടുന്ന റെനി ജോർജ് എന്ന് പറയുന്ന ആ കുലപാതകനെ ഇന്നൊരു കുഞ്ഞാടും സുവിശേഷകനുമാക്കി മാറ്റിയത് ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷമാ. ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാവേ, സുവിശേഷം ആരെയും നശിപ്പിച്ച ചരിത്രമില്ല. സുവിശേഷം നാട് നന്നാക്കിയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന പവിത്രമായ സുവിശേഷമാണ്. മനുഷ്യന് വിപ്ലവകരമായ മാറ്റം കൊടുക്കുവാൻ, മനുഷ്യന് ക്രിയാത്മകമായ മാറ്റം കൊടുക്കുവാൻ കരുത്തുള്ള പവിത്രമായ സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്തിന്റെ കേൾവിയിലേക്ക് എല്ലാ സഹൃദയുടെയും ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കടശ്യ രാത്രിയിൽ ഞാൻ എന്റെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുക. സൂപ്പർ ഫാസ്റ്റ് പോലല്ല, എക്സ്പ്രസ് പോലെയാണ് ഇന്ന് രാത്രി ഞാൻ പോകുന്നത്. കാരണം സമയം അതിക്രമിച്ചിരിക്കുക. അല്പം ഔദാര്യം കാണിച്ചാൽ 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ വേണം. കുറച്ചുകൂടെ മര്യാദ കാണിച്ചാൽ 2 മണിക്കൂർ വേണം. എങ്കിലേ ഒരു വിഷയം അപഗ്രഥനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ധാരാളം സമയം എനിക്കുണ്ടെങ്കിലും നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും എനിക്കും രാത്രി സമയമില്ല. 4 ജില്ലയ്ക്ക് അപ്പുറം പോയി രാത്രി വിശ്രമിച്ച ശേഷം നാളെ പ്രഭാതത്തിൽ മറ്റൊരു ദീർഘദൂര യാത്രയുണ്ട്. അതുകൊണ്ട് തിടുക്കത്തിലാണ് ഇന്ന് രാത്രി ഞാൻ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ എന്റെ കൂടെ വരിക. ഈ കടശ്യ രാത്രിയിലെ ചിന്തയ്ക്കാധാരമായി നമുക്ക് ഏവർക്കും സുപരിചിതമായ ധന്യനായ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ ഈ ശബ്ദവാഹിനിയിലൂടെ പ്രിയപ്പെട്ടവർ വായിക്കും. ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവരുടെ കൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിന് നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശുമേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിനുമേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി. നല്ല കണ്ണുകൾ പടച്ച് തല വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി വേദസൂക്തങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് കാലഘട്ടങ്ങളെയും സംഭവങ്ങളെയും വിവേചിച്ച് വ്യക്തമായി സംസാരിപ്പാൻ അവന്റെ വസ്തുനിഷ്ഠമായ ഇടപെടലുകൾക്ക് ഈ രാത്രി സമ്പൂർണ്ണമായി നമ്മെ വിധേയപ്പെടുത്തിക്കൊണ്ട് കൃപ പ്രാപിച്ച എല്ലാ ദൈവമക്കളും അല്പനിമിഷം സ്തോത്രം ചെയ്താട്ടെ. ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി തല ഉയർത്തി നോക്കാമെങ്കിൽ തേജസ് ചുറ്റി വാരി കൊടുത്തവനായി മേഘങ്ങളെ വാഹനമാക്കി പരിവാര സമന്നതനായി നമ്മുടെ നടുവിൽ നിൽക്കുന്ന ഒരു മഹാദൈവത്തെ ഇന്ന് രാത്രി ദർശിക്കുവാൻ പറ്റും. അകം കണ്ണു തുറന്ന വിശ്വാസത്തിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ കരുത്തനാം ദൈവത്തിന്റെ തിരുസാന്നിധ്യം അന്തരാത്മാവിന് അനുഭവിച്ചറിയുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളുടെ ആധരങ്ങൾ അല്പനിമിഷം ചലിക്കട്ടെ. ഉയർത്തിപ്പിടിച്ച് ധൂപക്കുറ്റിക്കകത്തു നിന്നും പുക അനർഗളം നിർഗളമായി പ്രവഹിക്കുന്നത് പോലെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തിന്റെ യാത്രത്തിൽ നിന്നും ഇന്ന് രാത്രി അല്പനിമിഷം സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. കിഴക്കുള്ള ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സൂര്യന്റെ ചെങ്കതിരികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് വിരോധമായി കാർമേഘ പാളികൾ അതിനെ തടയുന്നത് പോലെ കടശ്യ രാത്രിയിൽ ദേശത്ത് വെളിപ്പെടേണ്ടിയ ദൈവവചനത്തിന്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ദേശാധിപതികളുടെ തേരോട്ടങ്ങൾ, ദേശാധിപതികളുടെ പോരാട്ടങ്ങൾ കൃപ പ്രാപിച്ച ദൈവജനത്തിന്റെ സ്തുതി സ്തോത്രത്തിന്റെ മുമ്പിൽ തോൽവി സമ്മതിച്ച് അതിന് വിടുവാൻ അല്പനിമിഷം ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുവനെ അപ്പുറത്തും ഒരുവനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി. എബ്രായ, യവനായ, റോമായ ഭാഷയിൽ ഒരു മേലെഴുത്തും എഴുതി നസ്രായന്റെ ക്രൂശിന്റെ തലയ്ക്കൽ തറച്ചു. ആ മേലെഴുത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നസ്രയനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. മുഴുലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കന്യാമറിയത്തിന്റെ ഉദരം കടം വാങ്ങി കാലത്തിന്റെ തികവലി താളലോകത്തിലേക്ക് അവതരിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 33.5 വർഷം ഈ ഉലകത്തിൽ പാർത്തു. 3.5 വർഷം പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ പിതാവ് തന്നെ ഏൽപ്പിച്ച സമസ്ത ശുശ്രൂഷകളും ആത്മനിറവിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർത്തനന്തരം മാനവരാശിയുടെ പാപത്തിന്റെ വിമോചനത്തിനായി കാൽവറിയുടെ ഗിരിമുകളിൽ ക്രൂശമരണം വഹിക്കുന്നതിന് തലേ രാത്രിയിൽ ഒലിവുമലയിലെ ഗദസമനി എന്ന് പറയുന്ന മനോഹരമായ തോട്ടത്തിൽ യേശു
പ്രാർത്ഥനയ്ക്കായി പോയി. മെഡിക്കൽ സയൻസിന്റെ കാതലായ വശം കരസ്ഥമാക്കിയ വൈദ്യൻ ലൂക്കോസ് ആ പ്രാർത്ഥന ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: പിന്നെ അവൻ പ്രാണവേദനയിലായി. അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പിൻ തുള്ളികൾ നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. മാനവരാശിയുടെ പാപത്തിന്റെ വിമോചനത്തിനായി കാൽവരിയുടെ ഗിരിമേട്ടിൽ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേ രാത്രിയിൽ യേശു ഗദസമനയിൽ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ജനിച്ചതും ജനിച്ചുകൊണ്ടിരിക്കുന്നതും ജനിക്കാൻ പോകുന്നതുമായ അഖിലകോടി ജനങ്ങളുടെ സകല പാപങ്ങളും സകല ശാപങ്ങളും സകല രോഗങ്ങളും സകല വേദനകളും മനുഷ്യനായി ജഡാവതാരത്തിൽ ഇറങ്ങി വന്ന യേശു ഏകനായി ഏറ്റെടുത്ത് പ്രാണവേദനയിൽ പിടഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രോമകൂപങ്ങൾക്കിടയിലൂടെ രക്തധമനികൾ തകർന്ന് ചോരത്തുള്ളി ധാരധാരയായി ഒഴുകി. അങ്ങനെ പ്രാണവേദനയിൽ പിടഞ്ഞു പ്രാർത്ഥിച്ച് ക്ഷീണിതനായി ഗദസമനയിൽ അർദ്ധരാത്രിയിൽ യേശു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൂരെ നിന്നും തീവട്ടി പന്തകളും ഉയർത്തിപ്പിടിച്ച് ഒരു പടയവന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് യേശു കണ്ടു. നാമമാത്രമായ നിമിഷങ്ങൾക്കകം ആ പടനാഥന്റെ മുമ്പിൽ വന്നു നിന്നു. അത് മറ്റാരുമല്ല, 600 പടയാളികൾ അടങ്ങുന്ന ഒരു സംഘം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ഗദസമനയിലേക്ക് പാഞ്ഞു വരികയാ. പടയാളി കൂട്ടങ്ങളുടെ വലങ്കയിൽ ഉയർത്തിപ്പിടിച്ച തീവട്ടി പന്തത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ യേശു പരിചയമുള്ളൊരു മുഖം കണ്ടു. അത് മറ്റാരുമല്ല, കഴിഞ്ഞ നിമിഷം വരെ ഈ നിമിഷം വരെ മാർവ് പിളർന്ന് താൻ ആഴമായി സ്നേഹിച്ച തന്റെ അരിമ ശിഷ്യനായ യൂദ. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ യൂദ കള്ളച്ചിരിയോടെ മുൻപിൽ വന്ന് പിടഞ്ഞ് ക്ഷീണിച്ചു നിൽക്കുന്ന യേശുവിന്റെ ഇരുകവളത്തും മാറി മാറി ചുംബിച്ചു. യൂദാനാഥനെ ചുംബിച്ചതും ശിഷ്ടമുള്ള പടയാളികൾ അവിടെ മേൽ ചാടി വീണു. കാട്ടു ചെന്നായി കൂട്ടമായി ഒരാടിനെ പിടിച്ചു വന്ന് തിരുവത്താഴത്തിൽ നാം പാടാറുള്ളത് പോലെ യൂദായുടെ ചുംബനത്തിനനന്തരം ശിക്ഷിക്കുന്ന കരുത്തരായ പടയാളികൾ നാഥന്റെ മേൽ ചാടി വീണു. അവന്റെ കാൽകരങ്ങൾ ചെങ്ങല കൊണ്ട് വരിഞ്ഞു കത്തി 17-18 പടികൾ വലിച്ചിടച്ച് പ്രശസ്തമായ 5 കോടതികൾ മാറി 7 തവണ അവനെ വിസ്തരിച്ചു. ഓരോ പ്രഗത്ഭരായ ന്യായാധിപന്മാരും യേശുവിനെ വിസ്തരിച്ചനന്തരം അവർക്ക് പറയാൻ ഒരു വിധിയുണ്ട്: ഈ നീതിമാനായ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഇന്ന് രാത്രി മലയം നിവാസികളെ ആമാശയമിളക്കി അഭിമാന പുരസ്സരം ഞങ്ങളോട് ഉയർത്തുന്ന യേശു കുറ്റമുള്ളവനല്ല, അവൻ കുറ്റമില്ലാത്തവനാണ്. അവസാനം നാടുവാടിയും ഗവർണറുമായ പീലാത്തോസിന്റെ അരികിൽ, നിയമതന്ത്രജ്ഞനായ പീലാത്തോസിന്റെ അരികിൽ യേശുവിനെ വിധിക്കായി കൊണ്ടുവന്നു. ചിന്തകൻ പറയുന്നത് ഒരു മൃഗീയ വിധിയാണത്. പീലാത്തോസ് മറിഞ്ഞും തിരിഞ്ഞും യേശുവിനെ വിസ്തരിച്ചനന്തരം പീലാത്തോസിന്റെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ അവനെ ക്രൂശിക്ക എന്ന് ആർത്തിരമ്പുന്ന ജനസാഗരത്തെ നോക്കി ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് പീലാത്തോസ് വിളിച്ചു പറഞ്ഞു: ഈ നീതിമാനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. പുറത്ത് തടിച്ചു കൂടി നിന്ന ജനസാഗരം കടൽ പോലെ ആർത്തിരമ്പി അവനെ ക്രൂശിക്ക, ബറവാസിനെ വിട്ടുതരിക. വീണ്ടും പീലാത്തോസ് ആക്രോശിച്ചു: ഈ നീതിമാനായ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ജനവാർത്തിരമ്പി പീലാത്തോസ്: ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് അവൻ ക്രൂശിക്കപ്പെടണം. അതുകൊണ്ട് അവനെ ക്രൂശിക്കാൻ ബറവാസിനെ വിട്ടുതരിക. ഈ വാക്ക് കേട്ട നിസ്സഹായനായ പീലാത്തോസ് പാപം ചെയ്തിട്ടില്ലാത്ത പാപരഹിതനായ ക്രിസ്തുവിനെ ജനത്തിന്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. നോക്ക്, പാപം ചെയ്തിട്ടില്ലാത്ത പൊന്നുനാഥനെ കാപാലികരായ യഹൂദന്മാരുടെ പടയാളികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ അവർ അവനെ പിച്ച് കീറാൻ തുടങ്ങി. ഒരു കൂട്ടം ചെന്നായി കടകയിൽ ഒരു കുഞ്ഞാടിനെ കിട്ടുമ്പോൾ അവർ അതിനെ കീറുന്നത് പോലെ പാപരഹിതനാകുന്ന ക്രിസ്തുവിനെ കാപാലികരായ പടയാളി കൂട്ടങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവർ നാഥനെ പിച്ച് കീറാൻ തുടങ്ങി. വസ്ത്രങ്ങൾ പറിച്ചെടുത്തു, മുഖത്തെ താടിരോമങ്ങൾ പിടിതെടുത്തു, മുഷ്ടി ചുരുട്ടി മുഖത്തടിച്ചിടിച്ചു, അസഭ്യ വർഷങ്ങൾ അവന്റെ മേൽ ചൊരിച്ചു, കാർക്കിച്ചു മുഖത്തു തുപ്പി. പീലാത്തോസിന്റെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ നിന്നും ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്നത് പോലെ വലിച്ചിടച്ച് അവനെ ഗബദാ കൽത്തളത്തിലേക്ക് കൊണ്ടുവരികയാ. ഏതാ സഹൃദയരെ ഗബദാ കൽത്തളം? അക്കാലഘട്ടങ്ങളിലെ ഭീകരമായ കുറ്റവാളികളെ തരിപ്പണമാക്കുന്ന ഇടമാണ് ഗബദാ കൽത്തളം. പാപരഹിതനായ ക്രിസ്തുവിനെ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്നത് പോലെ വലിച്ചിടച്ച് ഗബദാ കൽത്തളത്തിൽ കൊണ്ടുവന്നു. ഗബദാ കൽത്തളത്തിലെ ഇരുമ്പിൻ വളയത്തിൽ നന്മ ചെയ്ത നാഥന്റെ പൊൻകരങ്ങൾ ചേർത്ത് കെട്ടി നാടെങ്ങും ചുറ്റിക്കിറങ്ങി അവന്റെ കാലുകൾ പുറമോട്ട് വലിച്ചിട്ട് ആയിരക്കണക്കിന് ജനബാഹുല്യത്തെ സാക്ഷി നിർത്തി ചമ്മട്ടിയും ചാട്ടവാറും അന്തരീക്ഷത്തിൽ ചുഴറ്റി കണ്ണിൽ ചോരയില്ലാത്ത കരുത്തരായ പടയാളികൾ ഒന്നുകുറകെ 40 അടി നാഥന്റെ പുറത്തടിച്ചു. അടി പലത് പുറത്തു വീണപ്പോൾ നനവുള്ള കണ്ടം കലപ്പ കൊണ്ട് കാള ഉഴുതു കീറുമ്പോൾ ഉറവക്കണ്ണികൾ പൊട്ടി
വെള്ളം ചീറ്റി കൊടുക്കുന്നത് പോലെ 33 തിരുവയസ്സുകാരന്റെ യൗവന ഭൂമേനിയിൽ ചാട്ടവാറിന്റെ മൃഗീയ പകരം ആ ഞാഞ്ഞു വീണപ്പോൾ പിടലി മുതൽ പൃഷ്ഠഭാഗം വരെ ഉടവ് ചാലി പോലെ കീറിയ മുറിപ്പാടിലൂടെ ചോര വാർന്നൊഴുകി തല്ലി തരിപ്പണമാക്കി കൈയുടെ കെട്ടടിച്ചൊരു ഭാഗത്തേക്ക് വലിച്ചു മാറ്റിയിട്ടു. കടക്കുന്ന കിടപ്പ് കണ്ടോ, അറബിശാലയിൽ ഒരു മാടിന്റെ കുറങ്ങ് തൂക്കിയിരിക്കുന്ന പോലെ ചോരയിൽ മുക്കിയ ഒരു മാംസ കഷണം പോലെ നാഥനെ തല്ലി തരിപ്പണമാക്കി വലിച്ചൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ട് വിഷമുള്ളുകൊണ്ട് പിടഞ്ഞൊരു കിരീടമുണ്ടാക്കി തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചിറക്കിയിട്ട് ഒരു ധൂമ്ര വസ്ത്രം വെട്ടിയവനെ ഉടിപ്പിച്ച് 300 രാത്രി തൂക്കമുള്ള പച്ചമരക്കുരിശും തോലിൽ കൊടുത്ത് ചാട്ടവാറിനടിച്ചു. ഗബതയിൽ നിന്നും കാൽവറി മലയോളം അവനെ നടത്തി. പീലാത്തോസിന്റെ മൃഗീയമായ വിധിക്ക് വിധേയനായവൻ, മേലാസകല മുടവിച്ചാല് പോലെ കീറപ്പെട്ടവൻ, മുൾമുടി ചൂടിയവൻ, ധൂമ്രവസ്ത്രം ധരിച്ചവൻ, 300 രാത്രി തൂക്കമുള്ള പച്ചമരക്കുരിശും തോളിൽ വഹിച്ച് പാലസ്തീന്റെ മണ്ണിളകിയ മൺപാതകളിലൂടെ ഒരു തളിരില പോലും തണലില്ലാതെ കാൽവറിയിലേക്ക് നടന്നു. കാൽവറിയുടെ ഗിരിമുകളിൽ എത്തിയതും 2 പെരുങ്കള്ളന്മാരുടെ നടുവിൽ ലോകരക്ഷകനാകുന്ന ക്രിസ്തുവിനെ പരസ്യമായി ക്രൂശിച്ച് അവന്റെ ക്രൂശിന്റെ തലയ്ക്കൽ ഗവർണറായ പീലാത്തോസ് എബ്രായ യവനായ റോമായ ഭാഷയിൽ ഒരു മേലെടുത്തെഴുതി അടിച്ചു വച്ചു. ആ മേലെടുത്തിന്റെ പൂർണ്ണരൂപമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. നസ്രയനാകുന്ന യേശു, യഹൂദന്മാരുടെ രാജാവ്. സന്തോഷമുള്ളവർ രാമൻ പറഞ്ഞാട്ടെ. സഹൃദയരെ, ഇന്ന് രാത്രി അപകടദിനങ്ങൾക്കായി നാം വായിച്ച ഈ വേദസൂക്തങ്ങളുടെ ഉള്ളിൽ സുന്ദരമായ ഒരു പദം പിടികൊടുക്കാതെ മറഞ്ഞു കിടപ്പുണ്ട്. ആത്മനിയോഗത്താൽ ഈ കടശരാത്രിയിൽ ആ പദത്തെ അടർത്തി ഇളക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ പദത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഏതാ പിടികൊടുക്കാതെ മറഞ്ഞു കിടക്കുന്ന സുന്ദരമായ പദം? 19-ാം തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ മനോഹരമായ ഒരു പദമുണ്ട്. ശ്രദ്ധിക്കൂ, എന്താണ് ആ പദം? ഇങ്ങനൊരു പ്രയോഗമുണ്ട്. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി എന്നൊരു പദമുണ്ട്. അപ്പോൾ ആ മേലെഴുത്തും എന്ന പദം അടിവരയിട്ടോണം. പേനായും പുസ്തകം കയ്യിലുള്ളവർ ആ മേലെടുത്തുന്ന പദത്തിന്റെ അടിയിൽ ഒരു വരയിട്ടോണം. ഇല്ലാത്തവർ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ആ പേര് കൊത്തിയിട്ടോണം. മേലെഴുത്ത്. ആ പദത്തെ അടർത്തിയും 4-ാമത്തെ രാത്രി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ രാത്രി ആ പദത്തിൽ ഒന്ന് വിവേചിക്കാൻ ആഗ്രഹിക്കുക. മേലെഴുത്ത്. ഉറക്കിയൊന്ന് പറഞ്ഞാട്ടെ. ചിലരുടെ ശബ്ദത്തിൽ പറയാം. സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ല. ചിലരുടെ ശബ്ദത്തിൽ പറഞ്ഞു. സഹോദരിമാര് മാത്രം ഒന്ന് പറഞ്ഞേ. നമ്മളൊന്ന് പറഞ്ഞേ കേട്ടോ. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഈ പദം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത്. ഈ പദം നിങ്ങൾ വിട്ടുകളഞ്ഞ് വെട്ടിച്ചുടിക്കരുത്. എന്റെ പ്രസംഗത്തിന്റെ അടിക്കല്ലാക്കി ഞാൻ ഈ പദത്തെ ഇടുകയാണ്. ഈ പദത്തിൽ എന്റെ പ്രസംഗത്തിന്റെ പെരുവിരൽ ഊന്നി നിർത്തി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പദം നിങ്ങൾ വിട്ടുകളഞ്ഞാൽ ഈ രാത്രി എന്റെ പ്രസംഗം കേവലം ജൽപ്പനമായി പോകും. അതുകൊണ്ട് ആ പദം നിങ്ങൾ മറക്കരുത്. ഏതാണ്? മേലെടുത്ത്. ഈ കടശ രാത്രിയിൽ ദൈവം തന്നിരിക്കുന്ന പ്രസംഗത്തിന്റെ പ്രമേയം വിശുദ്ധ തിരുവെഴുത്തിലെ മേലെടുത്തുകൾ. ഒരിക്കലൂടെ ഞാൻ ആവർത്തിക്കാം. ഈ അവസാന രാത്രിയിൽ നമ്മുടെ പ്രസംഗത്തിന്റെ പ്രമേയം, വിഷയം വിശുദ്ധ തിരുവെഴുത്തിലെ മേലെടുത്തുകൾ. ഇന്ന് രാത്രി ചില എഴുത്തുകളെ ആത്മാവ് പൊളിച്ച് ചില പുതിയ എഴുത്തുകളെ എഴുതാൻ പോകുക. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം മറക്കരുത്. വിശുദ്ധ തിരുവെഴുത്തിലെ മേലെഴുത്തുകൾ. സഹോദരരെ, മേലെഴുത്ത് എന്ന പദത്തിന് ഭാഷാ നിഘണ്ടുവിൽ അനുഗ്രഹിക്കപ്പെട്ട 3 അർത്ഥമുണ്ട്. 1, എഴുതിയതിന് മുകളിലുള്ള എഴുത്ത്. 2, അധികാരികൾ കൊടുത്തുവിടുന്ന കുറിപ്പ്. 3, അധികാരികളുടെ കത്ത്. ഈ തൃതീയ അർത്ഥമാണ് മേലെഴുത്ത് എന്ന പദത്തിനുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകൾ ധ്യാനപൂർവ്വം നാം മറിച്ച് പാരായണം ചെയ്യുമ്പോൾ പഴയ പുതിയ നിയമ ഭാഗങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട 3 മേലെഴുത്തുകൾ ദൈവാത്മാ ഉल्लेഖനം ചെയ്തിട്ടുണ്ട്. ആ 3 മേലെഴുത്തുകളും വിവരിപ്പാൻ എന്റെ മുമ്പിൽ സമയം അനിവാര്യമല്ല. 2 വിട്ടുകളഞ്ഞ് വെട്ടിച്ചുരുക്കി ഒരു മേലെഴുത്ത് ചുരുക്കമായി വിവരിപ്പാൻ ആഗ്രഹിക്കുക. എങ്കിലും കൊതിയോടെ എന്റെ കേൾവിക്കാരനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് ആ 3 മേലെഴുത്തും ഓരോ വാക്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിന്റെ 1-ാമത്തെ മേലെടുത്ത് ഏതാണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യത്തിലും അതേ അധ്യായം 21 മുതൽ താപ്പോട്ടുള്ള വേദഭാഗങ്ങളിലുമുണ്ട്. വിശുദ്ധ ബൈബിളിന്റെ ചരിത്രത്തിലെ 1-ാമത്തെ മേലെടുത്ത്. ഏതാ സഹൃദയരെ ആ മേലെടുത്ത്? പുരാതന ലോകങ്ങളിലെ പ്രബല സാമ്രാജ്യങ്ങളിൽ ഒന്നായ ബാബിലോണിന്റെ 2-ാമത്തെ ചക്രവർത്തിയായ ബെൽശസ്സർ രാജാവിന്റെ നിഗളത്തിനും
അല്ലെങ്കിൽ അഹങ്കാരത്തിനും അശുദ്ധിക്കും വിരോധമായി പരമോന്നതനായ ദൈവം തന്റെ കരുത്തുറ്റ കരാങ്കുരുകളെ അയച്ച് കൊട്ടാരത്തിന്റെ വിളക്കിന് നേരെ വെള്ള തേച്ച ചുവരിന്റെ മേൽ എഴുതിപ്പിച്ച എഴുത്താണ് വേദപുസ്തക ചരിത്രത്തിലെ ഒന്നാമത്തെ മേലെടുത്ത്. ഈ മേലെടുത്തിന് വേദവ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന സുന്ദരമായ ഒരു പേരുണ്ട്, അഹങ്കാരത്തിനെതിരെയുള്ള മേലെടുത്ത്. അപ്പോൾ ഒന്നാമത്തെ മേലെടുത്തിന്റെ പേര് മറക്കരുത്, അഹങ്കാരത്തിനെതിരെയുള്ള മേലെടുത്ത്. ഈ ഒന്നാമത്തെ മേലെടുത്തിൽ തലപൊക്കി നിൽക്കുന്ന രണ്ട് പ്രമേയമുണ്ട്. ഒന്ന്, മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും താഴ്മയുള്ളവരായിരിക്കണം. രണ്ട്, മനുഷ്യൻ വിശുദ്ധിയുള്ളവനായിരിക്കണം. രണ്ട് അസന്നിഗ്ധമായ പ്രമേയങ്ങളാണ് പ്രഥമ മേലെടുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ താഴ്മയുള്ളവനായിരിക്കണം. രണ്ട്, മനുഷ്യൻ വിശുദ്ധിയുള്ളവനായിരിക്കണം. ഇവിടുത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഇവിടുത്തെ കേമന്മാരുടെ ലിസ്റ്റിലെ പേര് വന്നില്ലെങ്കിലും, തൊണ്ടക്കുഴിയിൽ ശ്വാസമുള്ള കാലത്തോളം വിശുദ്ധിയോടെ താഴ്മയോടെ ജീവിപ്പാൻ അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമേന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. എന്തോ നിഗളിക്കാനാ? ഇവിടെ നിഗളിക്കാനൊന്നുമില്ല സഹോദരരെ. എന്തെങ്കിലും നിഗളിക്കാനുണ്ടോ? ഈ ശബ്ദപരിധിയിൽ എന്തെങ്കിലും വസ്തുതകളിൽ നിഗളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിഗളിക്കാനൊന്നുമില്ല. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് 8 രൂപ 90 പൈസ വിലയുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തുള്ള ഇരുമ്പും ചെമ്പും മറ്റ് പദാർത്ഥങ്ങളൊക്കെ അളന്നു നോക്കിയിട്ട് ഒരു സയന്റിസ്റ്റ് പറഞ്ഞത് 9 രൂപ തികച്ചൊരു മനുഷ്യന് വിലയില്ല. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ചന്തയിൽ കിട്ടുന്ന 5 രൂപയുടെ പേനയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്റെ മകൾക്ക് കൊടുക്കാൻ പപ്പ ഒരു പേന വേണമെന്ന് പറഞ്ഞു. കടയിൽ പോയി ഞാനൊരു പേന മേടിച്ചപ്പോ കടക്കാൻ പറഞ്ഞു, സാറേ ഈ പേന തിരിച്ചു കൊണ്ടുപോയിട്ട് തെളിയുന്നില്ലെങ്കിൽ കൊണ്ടുതരണം. കണ്ടോ, 5 രൂപയുടെ പേനായിക്ക് ഗ്യാരണ്ടി ഉണ്ട്. അത് മേടിക്കാൻ പോകുന്നവന്റെ പ്രാണന് ഗ്യാരണ്ടി ഇല്ല സുഹൃത്തെ. ഇവിടെ നിഗളിക്കാൻ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ സമ്പത്തിൽ നിഗളിക്കുന്നവരുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ സൗന്ദര്യത്തിൽ നിഗളിക്കുന്നവരുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സമ്പന്നനായ വ്യക്തിയുടെ ശവസംസ്കാരത്തിൽ സംബന്ധിക്കാൻ ഞാൻ പോയി, സമുദായസ്ഥന. അതുകൊണ്ട് സമയമൊന്നും കിട്ടിയില്ല. ഒരു രാഷ്ട്രീയ പ്രമുഖന താൻ മരിച്ചപ്പോൾ സ്നേഹിതനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി. അവിടെ തന്റെ വിലാപ യാത്രയും വഹിച്ചുകൊണ്ട് തന്റെ ശവമഞ്ചവുമായി സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പിൽ പോകുന്ന കൊയറ് ഒരു ചൊല്ലി. ആ ചൊല്ലി കേട്ടപ്പോൾ എന്റെ ചങ്കങ്ങ് കീറിപ്പോയി. ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചൊല്ല. 34 വയസ്സ് മാത്രമേ ആ ചെറുപ്പക്കാരന് പ്രായമുള്ളൂ. രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ്. മാത്രമല്ല, എത്ര തലമുറ തിന്നാലും തീരാത്ത കോടിക്കണക്കിന് സ്വത്തുണ്ട്. പൂർവികരായിട്ട് കാശുകാര. ഒരു ദിവസം മദ്യപിക്കുവാൻ താൻ കളയുന്നത് 15,000 മുതൽ 20,000 രൂപ വരെയാ. കൂട്ടുകാർ കൂടി 20-25 രൂപയ്ക്ക് വെള്ളമടിച്ചു തീർക്കും. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ ധനമുണ്ട്, ഇഷ്ടംപോലെ സൗന്ദര്യമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ 34 വയസ്സുള്ള ആരോഗ്യ ദൃഢകായനായ യൗവനക്കാരന്റെ ചേതനയറ്റ ശരീരം വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കിടത്തി, മൂക്കിൽ 2 പഞ്ഞിയും തിരികി, താടിക്ക് കെട്ടും കെട്ടി, കാൽവിരലും കൂട്ടിക്കെട്ടി, ഒരു ശവപ്പെട്ടയ്ക്കകത്തകത്ത് അദ്ദേഹത്തെ കിടത്തി മഞ്ചലിനകത്ത് സെമിത്തേരിയിലേക്ക് തന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ കൊയർ ഇങ്ങനെ പാടിയപ്പോൾ ഒരു ചൊല്ലി സകല മനുഷ്യന്റെയും അവസാനം ഇതാകുന്നുവെങ്കിൽ, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാ മനുഷ്യന്റെയും അവസാനം ഇതാകുന്നുവെങ്കിൽ, ധനവാൻ തന്റെ ധനത്തിലും സൗന്ദര്യമുള്ളവൻ തന്റെ സൗന്ദര്യത്തിലും വിദ്യാസമ്പന്നൻ തന്റെ വിദ്യയിലും പ്രശംസിക്കുന്നത് എന്തിന്? എല്ലാ മനുഷ്യന്റെയും അവസാനം ഇതാണ്. പറയപ്പെട്ട കാര്യങ്ങൾ പ്രശംസിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിജ്ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ നികളം മാറ്റി, അഹങ്കാരം മാറ്റി, താഴ്മയോടെ ഇന്ന് രാത്രി രക്ഷകനാകുന്ന ക്രിസ്തുവിലേക്ക് വാ. അവിടെ മാത്രമേ നന്മയുള്ളൂ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ മേലെടുത്ത് ഏതാണ്? മത്തായി സുവിശേഷം 22-ാം അധ്യായം, സ്തോത്രം, 20 മുതൽ താപ്പോട്ടുള്ള വേദസൂക്തങ്ങളിലുണ്ട് രണ്ടാമത്തെ മേലെടുത്ത്. അതേതാണ്? അത് നാണയത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ട മേലെടുത്ത. യേശുക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കുവാൻ ചോദ്യശരം ഉന്നയിച്ച പരീശന്മാരോട് യേശു ചോദിക്കുക. പരീശന്മാർ ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, ഗുരു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങുന്നില്ല. ആ ചോദ്യം കേട്ട കർത്താവ് പരീശന്മാരോട് മറുപടി പറഞ്ഞതന്നെ, നിങ്ങൾ കൈസർക്ക് കരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന നാണയം എന്റെ എനിക്ക് കൊണ്ടുപോവാ. നാണയം തപ്പിയെടുത്ത് യേശുവിന്റെ കൈ കൊടുത്തപ്പോൾ
ചോദ്യശരം ഉന്നയിച്ച പരീശന്മാർക്കാണെങ്കിൽ നാണയം ഉയർത്തിപ്പിടിച്ചിട്ട് യേശു ചോദിച്ചൊരു ചോദ്യം നോക്ക്, ഈ നാണയത്തിന്റെ മേലുള്ള മേലെഴുത്തും സ്വരൂപവും ആരുടേത്? അപ്പോൾ രണ്ടാമത്തെ മേലെടുത്ത് എന്ന് പറയുന്നത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട മേലെടുത്ത. ഈ മേലെടുത്തിന് വേദവ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന സുന്ദരമായ ഒരു പേരുണ്ട്, അവകാശത്തിന്റെ മേലെടുത്ത്. ഒന്നാമത്തെ മേലെടുത്ത് അഹങ്കാരത്തിനെതിരെയുള്ള മേലെടുത്താണെങ്കിൽ രണ്ടാമത്തെ മേലെടുത്ത് അവകാശത്തിന്റെ മേലെടുത്ത. ഈ അവകാശത്തിന്റെ മേലെടുത്തിൽ തലവൊക്കി നിൽക്കുന്ന ഏകപ്രമേയം മനുകുലത്തിൽ പിറന്ന സകല മാനവരും രക്ഷകനായ ദൈവത്തിന്റെ ദാനമാ. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ. ഇവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉലകത്തിൽ പിറന്ന സകല മനുഷ്യരും രക്ഷകനായ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള പച്ച പരമ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന എഴുത്താണ് രണ്ടാമത്തെ അവകാശത്തിന്റെ മേലെടുത്ത്. മൂന്നാമത്തെ മേലെടുത്ത് ഏതാണ്? അത് കാൽവറിയുടെ കുരിശിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട എഴുത്താണ് മൂന്നാമത്തെ മേലെടുത്ത്. ഈ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ തലക്കിലേക്ക് നോക്കിയേ. എബ്രായ, യവനായ, റോമായ ഭാഷയിൽ ഒരു മേലെടുത്ത് എഴുതി വച്ചിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ മേലെടുത്ത്, ക്രൂശിൽ പ്രത്യക്ഷപ്പെട്ട മേലെടുത്ത്. ഇതിന് വേദവ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന സുന്ദരമായ ഒരു പേരുണ്ട്, അധികാരത്തിന്റെ മേലെടുത്ത്. അപ്പൊ മൂന്നാമത്തെ മേലെടുത്ത് മറക്കരുത്, അധികാരത്തിന്റെ മേലെടുത്ത്. സഹോദരരെ, ഈ അധികാരത്തിന്റെ മേലെടുത്തിൽ തലപൊക്കി നിൽക്കുന്ന രണ്ട് പ്രമേയം. ഒന്ന്, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. രണ്ട്, യേശു ക്രിസ്തു യഹൂദന്റെ രാജാവ്. ആ മൂന്നാമത്തെ മേലെടുത്തിലേക്ക് വന്ന് ഈ രണ്ട് പ്രമേയങ്ങൾ ഈ നാട്ടുകാരോട് അവതരിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അധികാരത്തിന്റെ മേലെടുത്തിൽ തലപൊക്കി നിൽക്കുന്ന രണ്ട് പ്രമേയം. ഒന്ന്, യേശു ദൈവപുത്രൻ. രണ്ട്, യേശു യഹൂദന്റെ രാജാവ്. ആമേൻ. ഈ തുറന്ന സ്ഥലത്ത് ഈ ഉച്ചഭാഷണയിലൂടെ നാം വാനോളം പാടിപ്പുകഴ്ത്തി ആരാധിക്കുന്ന യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ഉറപ്പ് പോരാ. ഈ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ആമാശയം കലക്കി ഞാനിവിടെ ഉയർത്തുന്ന യേശു, നാം ഇവിടെ ആരാധിക്കുന്ന യേശു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിനെ പറ്റി ആത്യന്തികമായി വെളിപ്പാട് പ്രാപിച്ചിട്ടില്ലാത്ത പണ്ഡിതന്മാർ, പണ്ഡിത വരികണിയന്മാർ അവരെ പറ്റി പലതും പ്രചരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുള്ളി പറഞ്ഞു, സ്തോത്രം, യേശു ക്രിസ്തു യോഗ പഠിപ്പിക്കാൻ വന്നതാണെന്ന്. മറ്റൊരു പുള്ളിക്കാരൻ പറഞ്ഞു, യേശു 12 വർഷം 12ാമത്തെ വയസ്സിൽ അപ്രത്യക്ഷനായിട്ട് ശേഷിക്കുന്ന 18 വർഷം എവിടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന മറുപടി, ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു, യോഗ പഠിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ യോഗ പഠിച്ചത് കൊണ്ട് അവൻ വെള്ളത്തിന്റെ പുറത്തോടെ നടന്നതെന്നും യോഗ പഠിച്ചത് കൊണ്ടാണ് അവൻ ക്രൂശിൽ കടന്നതെന്നൊക്കെ പറയുന്നു. എടാ തിരുമണ്ട, 12ാം വയസ്സിൽ അപ്രത്യക്ഷനായ യേശു യോഗ പഠിപ്പിക്കുകയല്ല, ആത്മീയരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ യോഗം നടത്താൻ പഠിപ്പിക്കുകയായിരുന്നു. സ്വത്രം, യേശു ക്രിസ്തുവും വേദപുസ്തകമായി പുലബന്ധമില്ലാത്ത തിരുമണ്ടന്മാർ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും അടിച്ചു പ്രചരിപ്പിക്കുമ്പോൾ യുക്തിവാദി എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞു, ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ലെന്ന്. ഞങ്ങളുടെ രക്ഷകനാണ് ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് ക്രിസ്തു, ഞങ്ങളുടെ പാപമോചകനാണ് ക്രിസ്തു. അവൻ ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ വെളിച്ചത്തിൽ അവൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിനെ പറ്റി ലോകക്കാര് പലരും പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയും, അവൻ ഇവരിൽ ആരുമല്ല, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. യേശു ദൈവത്തിന്റെ പുത്രൻ മാത്രമല്ല, യേശു യഹൂദന്റെ രാജാവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സഹോദരരെ, യേശു യഹൂദന്റെ രാജാവ് മാത്രമല്ല, മുഴി ലോകത്തെയും നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവായി ആസന്ന ഭാവിയിൽ അവരിവിടെ ഭരണത്തിന് രംഗത്ത് വരാൻ പോകയോ എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ഭരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു മൂന്നാം മുന്നണിയായിട്ടല്ല, ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടല്ല, നാം ഇവിടെ ഭരിക്കും. ഒരു ഘടകകക്ഷിയുടെ സഹായമില്ലാതെ, ഒരു വിരോധ ശക്തികളുടെ കൈത്താങ്ങലില്ലാതെ നാം ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ഈ ലോകത്തിന്റെ ഭരണം നടത്തുന്നത് ആരാന്നറിയാമോ? 2013 വർഷങ്ങൾക്ക് പുറകിൽ ലോകം ക്രൂശിച്ച യേശു ക്രിസ്തു ഈ ലോകത്തെ നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവായി വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ മൂന്നാമത്തെ മേലെടുത്തിലേക്ക് വന്ന്
യേശു ക്രിസ്തുവിന്റെ രാജ്യത്വവും അവന്റെ പുത്രത്വവും തൊട്ട് ആസന്ന ഭാവിയിൽ ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന ഇളകാത്ത രാജ്യത്തെ കൊടുത്ത് പരിചയപ്പെടുത്തി ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വിധം കൂടെ പറഞ്ഞ് ആർക്കെങ്കിലും ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ ആ രാജ്യത്തിലേക്ക് ആഹ്വാനം ചെയ്ത് വാക്കുകൾക്ക് അവസാനത്തെ കുത്തിടുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 മേലെടുത്തുകൾ മറക്കരുത്. 1, അഹങ്കാരത്തിനെതിരെയുള്ള മേലെടുത്ത്. 2, അവകാശത്തിന്റെ മേലെടുത്ത്. 3, അധികാരത്തിന്റെ മേലെടുത്ത്. സഹോദരരെ, ഈ കടശ രാത്രിയിൽ ആത്മനിറവിൽ നിന്നുകൊണ്ട് ക്രൂസിൽ പ്രത്യക്ഷപ്പെട്ട അധികാരത്തിന്റെ മേലെടുത്ത് ഞാൻ അഭിമാന പുരസ്സരം ഇവിടെ വിളംബരം ചെയ്യുമ്പോൾ സ്തോത്രത്തോടെ ഈ ദൂതേറ്റെടുത്ത് പ്രതികരിക്കാൻ ക്രമ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ഒരത്ഭുതം ഇന്ന് രാത്രി നടക്കാൻ പോവുക. എന്താണെന്നറിയാമോ അത്ഭുതം? ഈ ലോകത്തിന്റെ അധികാരിയായ പിശാച് നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി എഴുതി വെച്ച വിരോധമായി എടുത്ത് ക്രൂസിൽ പ്രത്യക്ഷപ്പെട്ട എടുത്ത് ഇന്ന് രാത്രി തുടച്ചു കളയാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ അധരങ്ങളും കരങ്ങളും അല്പനിമിഷം ചലിക്കട്ടെ. ശക്തിയോടെ എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ആത്മാവിൽ ബലപ്പെട്ടാട്ടെ. ക്രൂസിൽ പ്രത്യക്ഷപ്പെട്ട അധികാരത്തിന്റെ മേലെടുത്ത് ഈ കടശ രാത്രി ഇവിടെ വെളിപ്പെടുമ്പോ നിനക്ക് വിരോധമായി ശത്രു എഴുതിയ രോഗത്തിന്റെ എടുത്ത്, നിനക്ക് വിരോധമായി ശത്രു എഴുതിയ പാപത്തിന്റെ എടുത്ത്, ശാപത്തിന്റെ എടുത്ത്, മരണത്തിന്റെ എടുത്ത്, ക്രൂസിൽ പ്രത്യക്ഷപ്പെട്ട എടുത്ത് തുടച്ചു മാറ്റുന്ന രാത്രിയായത്. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന ചോക്ക് കൊണ്ടുള്ള അക്ഷരം ഡസ്റ്റർ കൊണ്ട് അധ്യാപകൻ തുടച്ചെടുക്കുന്ന പോലെ നിനക്ക് വിരോധമായ അന്ധകാര മണ്ഡലങ്ങൾ എഴുതി വെച്ച വിരോധമായ എഴുത്തുകൾ കരുത്തുറ്റ കരാങ്കുലി കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് ആ തുടയ്ക്കപ്പെട്ട ഭാഗം ഇന്ന് രാത്രി പ്ലെയിനായി കിടക്കത്തില്ല. ഈ കസേര വിട്ട് മടങ്ങുന്നതിനകമായി അവിടെ ചില വാഗ്ദത്തങ്ങളുടെ എഴുത്തുകൾ എഴുതി തൃപ്തിയോടെ അതിനെ മടക്കി അയക്കുവാൻ കരുത്തുറ്റ കരവുമായി ഒരു ജയാളിയായ കർത്താവ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ആത്മാവിൽ അല്പനിമിഷം ബലപ്പെട്ടോട്ടെ. ഹല്ലേലൂയ. ആ 3ാമത്തെ മേലെടുത്തിലേക്ക് നമുക്ക് വരാം. അത് അധികാരത്തിന്റെ മേലെടുത്ത. അതിൽ തലപൊക്കി നിൽക്കുന്ന 2 പ്രമേയം യേശുക്രിസ്തുവിന്റെ പുത്രത്വവും അവന്റെ രാജ്യത്വമാണ്. 3ാമത്തെ മേലെടുത്ത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചനന്തരമാണ്. ക്രൂശിന്റെ തലയ്ക്കൽ ഈ മേലെടുത്ത് എഴുതി വെച്ചത് ക്രൂശിച്ചനന്തരം. ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോഴല്ല, ക്രൂശിച്ചു കഴിഞ്ഞല്ല, ക്രൂശിച്ചനന്തരം. അതാണ് നാം വായിച്ചത്. അവർ യേശുവിനെ കൈയിട്ടു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. അനന്തരം പീലാത്തോസ് ഒരു മേലെടുത്തെഴുതി ക്രൂശിൽ പതിപ്പിച്ചു. അപ്പോൾ ക്രൂശിച്ചനന്തരമാണ് ക്രൂശിന്റെ തലയ്ക്ക് ഈ മേലെടുത്തെഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ആ മേലെടുത്തിലേക്ക്? ആ മേലെടുത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 3 ഭാഷയിൽ. നസ്രയനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ടല്ല ഈ മേലെടുത്തെഴുതിയത്. ആണോ? അംഗീകരിച്ചുകൊണ്ടല്ല, കളിയാക്കി പുച്ഛിച്ച് അവഗണിച്ചെഴുതിയെടുത്ത. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാരുണ്ട്. ഞാൻ ചിങ്ങവനത്ത് യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. ഇപ്പോൾ എനിക്ക് അവിടെ അക്കോമഡേഷൻ തന്നൊരു ഡോക്ടറുടെ ഫാമിലിയാണ്. ഞാൻ കൺവെൻഷൻ അന്നേരം വിശ്രമിക്കാൻ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീടിന്റെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നീല ബോർഡിൽ വെള്ള അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഡോക്ടർ ലത യോഹന്നാൻ, ഡോക്ടർ യോഹന്നാൻ. അവരുടെ ഡിഗ്രി സഹിതം എഴുതി വെച്ചിട്ടുണ്ട് ആ ഗേറ്റിൽ. വീടിനകത്തോട്ട് കയറിയപ്പോൾ സിറ്റ് ഔട്ടിൽ പ്രവേശിക്കുന്നിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ യോഹന്നാൻ. ഇത് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടല്ല എഴുതിയത്, ആണോ? അദ്ദേഹത്തിന്റെ ആ പദവിയെ, ഡോക്ടർ എന്ന പൊസിഷനെ അംഗീകരിച്ചുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത. നമ്മുടെ നാടിന്റെ അഭിമാനമായ കേരള പോലീസിന്റെ തോളിലേക്ക് നോക്കി ഒരു പതക്കം വെച്ചിട്ടുണ്ട്. എന്താണ്? KP. അതിന്റെ ഫുൾ ഫോം കേരള പോലീസ്. ഇതവരുടെ പദവിയെ പുച്ഛിച്ചുകൊണ്ടല്ല, അവരുടെ സ്ഥാനത്തെ കളിയാക്കിക്കൊണ്ടല്ല, അവരുടെ പദവിയെ അംഗീകരിച്ചുകൊണ്ട് സർക്കാർ എഴുതി വച്ചിരിക്കുന്ന എഴുത്താണ് കേരള പോലീസ്. അല്ലേ? ഈ തോളിലെ KP എന്ന അക്ഷരം വായിക്കുമ്പോൾ തന്നെ
ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാൻ പറ്റും ഇത് ശരിക്കും പോലീസാണ്. പക്ഷേ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ യഹൂദന്റെ രാജാവെന്ന് എഴുതിയത് അവന്റെ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ടല്ല, അവന്റെ രാജ്യത്വത്തെ പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ട് എഴുതിയെടുത്ത. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു പ്രത്യാശയുണ്ട്. അവന്റെ രാജ്യത്വത്തെ പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ട് എഴുതിയെടുത്ത് ആസന്ന ഭാവിയിൽ അധികാരത്തിന്റെ മേലെടുത്തായി പ്രത്യക്ഷപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചനന്തരമാണ് ക്രൂശിന്റെ തലക്കെലി മേലെടുത്തെടുത്തത്. ക്രൂശിച്ചനന്തരം. അപ്പോൾ എന്താണ് ക്രൂശീകരണം? ക്രൂശീകരണം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സംഗതിയാണ്. ക്രൂശീകരണം ക്രൂശിച്ചനന്തരമാണ് ഈ മേലെഴുത്തെഴുതിയത്. എന്താ ക്രൂശീകരണം? ആഗോള വ്യാപകമായി ചിതറിക്കിടക്കുന്ന സമസ്ത ക്രൈസ്തവർക്കും സുപരിചിതമായ ഒരു അനുഭവമാണ് ക്രൂശീകരണം. എന്താണ് ക്രൂശീകരണം എന്ന് ചോദിച്ചാൽ അനവധി നിരവധി ഉത്തരങ്ങൾ എൻ്റെ കേൾവിക്കാർക്ക് പറയാറുണ്ട്. എല്ലാ വർഷത്തിന്റെ ഏപ്രിൽ മാസങ്ങളിലും അതുപോലെയുള്ള പ്രത്യേക മാസങ്ങളിൽ ആഗോള വ്യാപകമായി ചിന്നിച്ചിതറിക്കിടക്കുന്ന സമസ്ത ക്രൈസ്തവരും ഈ മണ്ണിൽ ക്രൂശീകരണം കൊണ്ടാടാറുണ്ട്. എങ്ങനെയാണ് കൊണ്ടാടുന്നത്? പാതിരാ നേരങ്ങളിൽ ദേവാലയങ്ങളിൽ പോയും പാവയ്ക്കാന്നേരി വിഴുന്നു കുടിച്ചും വെള്ളാറം പൊടിക്കല്ലുകളിലൂടെ കുരിശ് തോളിൽ വെച്ച് മുട്ടുമീന്ന് യാത്ര നടത്തിയുമൊക്കെ ആഗോള വ്യാപകമായി ചിതറിക്കിടക്കുന്ന സമസ്ത ക്രൈസ്തവരും എല്ലാ വർഷത്തിന്റെ പ്രത്യേക മാസങ്ങളുടെ ദിനങ്ങളിൽ ക്രൂശീകരണം കൊണ്ടാടാറുണ്ട്, ആചരിക്കാറുണ്ട്. എന്താ ക്രൂശീകരണം? എന്റെ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയേ ഉള്ളൂ. ക്രൂശീകരണം എന്ന് പറയുന്നത് അക്കാലഘട്ടങ്ങളിൽ ഉള്ള ഭീകരമായ കുറ്റകൃത്യം ചെയ്യുന്ന നരയധമന്മാർക്ക് കൊടുക്കുന്ന അന്നത്തെ ഗവൺമെന്റിന്റെ മൃഗീയമായ ഒരു ശിക്ഷാ നടപടിയാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. അക്കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഭീകരമായ കുറ്റകൃത്യം ചെയ്യുന്ന നരയധമന്മാർക്ക് കൊടുക്കുന്ന മൃഗീയമായ ഒരു ശിക്ഷാ നടപടിയാണ് ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടങ്ങളിൽ ഒരുവൻ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടാൽ എങ്ങനെയാണ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്? വളരെ രസമാണ്. അക്കാലത്ത് ഒരുവൻ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടാൽ വെറുതെ അവനെ ക്രൂശിക്കുകയല്ല, സ്തോത്രം, ചുമ്മാതെ പിടിച്ചു കൊട്ടിക്കൊണ്ട് ക്രൂശിക്കുകയല്ല. അക്കാലഘട്ടങ്ങളിൽ ഒരുവൻ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടാൽ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാ? ശ്രദ്ധിച്ചേ, സ്തോത്രം. അവൻ ചെയ്ത കുറ്റസംഗതി എഴുതിയ ബോർഡ് അവന്റെ കഴുത്തെ കെട്ടിത്തൂക്കിയിട്ട് അടിച്ചാണ് അവനെ ക്രൂശ് മരണത്തിന് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് അക്കാലഘട്ടങ്ങളിൽ ഞാൻ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടാൽ, ശ്രദ്ധിക്കുക, ഞാൻ ചെയ്ത കുറ്റസംഗതി എന്താണ്? കൊലപാതകമെങ്കിൽ അത്, വ്യഭിചാരമെങ്കിൽ അത്, മോഷണമെങ്കിൽ അത്, ചതിവെങ്കിൽ അത്, ഞാൻ ചെയ്ത കുറ്റസംഗതി ഏത് തന്നെയാണെങ്കിലും സകല മനുഷ്യരും വായിക്കത്തക്ക നിലയിൽ അത് എഴുതി അതൊരു ബോർഡാക്കിയിട്ട് എന്റെ കഴുത്തെ കെട്ടിത്തൂക്കിയിട്ട് അടിച്ചാണ് എന്റെ ക്രൂശ് മരണത്തിന് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശുമേന്തി ക്രൂശ് മരണത്തിന് ഞാൻ പോകുമ്പോൾ ഇരു സൈഡിൽ നിൽക്കുന്ന ആളുകൾ എന്നെയല്ല നോക്കുന്നത്, എന്നെ അടിക്കുന്നവരെയല്ല നോക്കുന്നത്, എന്റെ തോളിൽ വെച്ച കുരിശല്ല നോക്കുന്നത്, എന്റെ കഴുത്തിൽ തൂങ്ങിയാടുന്ന കുറ്റസംഗതിയാണ് അവർ നോക്കുന്നത്. വ്യഭിചാരമെന്ന് കണ്ടാൽ അവര് പറയും കൊല്ലാം, ഇവനതിന് യോഗ്യൻ. കൊലപാതകമെന്ന് കണ്ടാൽ അവര് പറയും കൊല്ലാം, ഈ ശിക്ഷയ്ക്ക് ഇവൻ യോഗ്യൻ. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പുള്ള സകല പുള്ളികളെയും ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ ചെയ്ത കുറ്റസംഗതി എഴുതിയ ബോർഡ് അവന്റെ കഴുത്തെ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പച്ച മരക്കുരിശും തോളിൽ വഹിച്ച് പാലസ്തീന്റെ മണ്ണിടിഞ്ഞ മൺപാതകളിലൂടെ വേച്ചും പുറച്ചും ക്രൂശുമായി കാൽവറിലേക്ക് പോകുമ്പോൾ നോക്കൂ നാട്ടുകാരെ, നോക്കൂ സഹൃദയരെ, യേശു ക്രിസ്തുവിന്റെ കഴുത്തിൽ ഒരു കുറ്റസംഗതി എഴുതിയ ബോർഡ് തൂങ്ങിയാടുന്നില്ല. അതിന്റെ അർത്ഥം ഒരു കുറ്റവും ചെയ്യാതെ കുലമരത്തിൽ തൂങ്ങി ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവേ. ലോകം കണ്ട സകല പ്രമുഖന്മാരും ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് കുലമരത്തിൽ തൂങ്ങിയാടിയത്. സദാം ഹുസൈൻ ഇങ്ങോട്ട് ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള പല പ്രമുഖ വ്യക്തികളും നിരവധി കുറ്റകൃത്യങ്ങളുടെ പേരിൽ ക്രൂശിൽ തൂങ്ങിയപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ കുലമരത്തിൽ കയറി ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവേ. എന്താ യേശു ചെയ്ത കുറ്റം? വ്യഭിചാരമല്ല. എന്താ യേശു ചെയ്ത കുറ്റം? കുലപാതകമല്ല. എന്താ യേശു ചെയ്ത കുറ്റം? ചതിവല്ല. എന്താ നാട്ടുകാരെ യേശു ചെയ്ത കുറ്റം? നിന്റെ രോഗം അവൻ ഏറ്റെടുത്തു, നിന്റെ പാപം അവൻ ഏറ്റെടുത്തു, നിന്റെ ശാപം അവൻ ഏറ്റെടുത്തു, നിന്റെ വേദന അവൻ ഏറ്റെടുത്തു. അതാണ് അവൻ ചെയ്ത കുറ്റം. യേശു ക്രിസ്തുവിന്റെ കഴുത്തിൽ ഒരു കുറ്റസംഗതി എഴുതിയ ബോർഡും തൂങ്ങിയാടുന്നില്ല. പിന്നെ ക്രൂശീകരണത്തിന്റെ ചരിത്രം അപഗ്രഥനം ചെയ്തപ്പോൾ
എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, കർത്താവിന്റെ കഴുത്തിൽ കുറ്റസംഗതി എഴുതിയ ബോർഡ് തൂങ്ങിയാടുന്നില്ലെങ്കിലും ക്രൂശുമായി കാൽവറിലേക്ക് കർത്താവ് പോകുമ്പോൾ ക്രൂശുമായി പോകുന്ന കർത്താവിന്റെ മുൻപിൽ കറുത്ത കരുത്തനായ ഒരു പടയാളി നടന്നു പോകുന്നുണ്ട്. ആ പടയാളിയുടെ കയ്യിലേക്ക് നോക്കിക്കേ, ആ പടയാളി ഒരു ബോർഡും ഉയർത്തി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കരുത്തനായ പടയാളികളുടെ കരുത്തിൽ ഉയർന്നു നിൽക്കുന്ന ബോർഡിലേക്ക് നോക്കാമെങ്കിൽ യേശു ചെയ്ത കുറ്റസംഗതി ആ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറ്റസംഗതിയാണ് ക്രൂസിന്റെ മുകളിൽ തറച്ചു വെച്ചിരിക്കുന്നത്. ആ കുറ്റസംഗതിയാണ് ഇന്ന് രാത്രി എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം. അപ്പൊ കേട്ടോ, നാലാർ കൂടുന്നിടത്ത് പറയാൻ പറ്റുന്ന ഒരു കുറ്റസംഗതി ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ കുറ്റസംഗതിയാ. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഇവിടുത്തെ പല പ്രമുഖന്മാരും പകലിന്റെ മറവിൽ, രാത്രിയുടെ മറവിൽ ചെയ്യുന്ന കുറ്റങ്ങൾ പൊളിച്ചാൽ, അതടിച്ചാൽ ദേശം മുഴുവൻ ദുർഗന്ധം വമിക്കും. പക്ഷേ നാലാള് കൂടുന്ന സ്ഥലത്ത് അഭിമാനത്തോടെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു കുറ്റമുണ്ടെങ്കിൽ യേശുവിനെ പറ്റിയുള്ള കുറ്റമാ. എന്താണ് ആ കുറ്റസംഗതി? കുലപാതകമെന്നല്ല. കാൽവരിയുടെ കുലമരത്തിലേക്ക് നോക്കിക്കേ, യേശുവിന്റെ ക്രൂശിന്റെ തലയ്ക്കൽ ആ കുറ്റസംഗതി എഴുതി അടിച്ചിട്ടുണ്ട്. കുലപാതകമെന്നല്ല, ചതിവെന്നല്ല, മോഷണമെന്നല്ല. എന്താണ് അവൻ ചെയ്ത കുറ്റസംഗതി? ഇത്രയുള്ള നസ്രയനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. ഒരാമൻ പറഞ്ഞാട്ടെ. യേശു ചെയ്ത കുറ്റസംഗതിയാണ് നസ്രയനാകുന്ന യേശു യഹൂദന്മാരുടെ. ഇതെന്തൊരു കുറ്റസംഗതിയാ സകൃതിയില്? ആർക്കെങ്കിലും മനസ്സിലാവും ഈ കുറ്റസംഗതി? എന്തൊരു കുറ്റസംഗതിയാ? മനുഷ്യന് മനസ്സിലാകുന്ന കുറ്റസംഗതി വലിയ എഴുതി വെക്കാനുള്ളതിന് ഒരു എത്തും തുമ്പും കിട്ടാത്തൊരു പൊട്ട കുറ്റസംഗതി എഴുതി വെച്ചിരിക്കുക. നമ്മുടെ നാട് നടക്കി, അന്നും എന്നും നാട് നടക്കി എത്രയോ കേസുകളുണ്ടില്ലേ? ഇതിലേതെങ്കിലും ഒന്ന് എഴുതി വെക്കാനുള്ളതിന് ഒരു പൊട്ടനും ഒരു തുമ്പും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കുറ്റസംഗതി എഴുതി വെച്ചിരിക്കുക. നസറേനാകുന്ന യേശു കൊലപാതകമൊന്നും വായിക്കാൻ നോക്കിയവൻ, വ്യഭിചാരമൊന്നും മോഷണമൊന്നും വായിക്കാൻ നോക്കിയവൻ, അവർക്കിത് പിടികിട്ടിയില്ല. കണ്ണ് തിരുമിയടച്ച് വീണ്ടും വായിച്ചു, പിടികിട്ടിയില്ല. ഇതെന്തൊരു കുറ്റസംഗതി? അവസാനം പിടികിട്ടാത്ത പുരോഹിതന്മാരും പടയാളികളും അകത്ത് കടിയിളകി അവരോടി വന്ന് പീലാത്തോസിനോട് പറയുക, പീലാത്തോസേ, ഇതെന്തൊരു കുറ്റസംഗതിയാ? ഇങ്ങനല്ല എഴുതേണ്ടിയത്. അവൻ രാജാവെന്ന് പറഞ്ഞു എന്നെഴുത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. അത് കേട്ട പീലാത്തോസിന്റെ കണ്ണുകൾ ചുമന്ന് കലകി. പീലാത്തോസ് ജ്യോതിഷനെ മുന്നിൽ പറയുക, വേറെ പണി നോക്ക്. നീയൊക്കെ പറയുമ്പോ വെട്ടാനും തിരുത്താനും ഞാൻ നിന്റെ കളിപ്പുള്ളയല്ല. അടുത്ത വാക്കായ എന്നെ ഇളക്കിയത് ഞാൻ എഴുതിയതെഴുതി. ഒരാമൻ പറഞ്ഞാട്ടെ. അത് പടയാളികളോടുള്ള പ്രഖ്യാപനമല്ല, അത് ലോകത്തോടുള്ള പ്രഖ്യാപനമാ. ഞാൻ എഴുതിയതെഴുതി. രാത്രി മലയം ദേശമേ ഞാൻ എഴുതിയതെഴുതി. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റേ ഞാൻ എഴുതിയതെഴുതി. കേരള സംസ്ഥാനമേ ഞാൻ എഴുതിയതെഴുതി. ഇന്ത്യ മഹാരാജ്യമേ ഞാൻ എഴുതിയതെഴുതി. ഏഷ്യ ഭൂഖണ്ഡമേ ഞാൻ എഴുതിയതെഴുതി. ലോകമേ, ലോക രാജ്യങ്ങളെ ഞാൻ എഴുതിയതെഴുതി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചുടച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ഈ യേശു ക്രിസ്തു യഹൂദന്റെ രാജാവ് തന്നെ. സകല വാഴ്ചകൾക്കും നീക്കം വരാൻ പോകുക, സകല കർത്തൃത്വങ്ങൾക്കും നീക്കം വരാൻ പോകുക. നീതിയോടെ ഈ ലോകം ഭരിക്കുന്ന ഒരു രാജാവ് രംഗത്ത് വരാൻ പോകുക. അത് മറ്റാരുമല്ല, ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണ്. അന്ന് അവൻ സ്ഥാപിക്കാൻ പോകുന്ന ആ രാജ്യത്തിന്റെ അംശിയാകാൻ നിനക്ക് ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിൽ ആ ഭാഗ്യം നിനക്ക് കൈവരിക്കാനാണ് ഇങ്ങനൊരു യോഗം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി യഹൂദന്മാർ കണ്ടുപിടിച്ച കുറ്റസംഗതി എന്താണെന്നറിയാമോ? എൻ്റെ ധ്യാനത്തിൽ രണ്ട് കുറ്റങ്ങളുടെ പേരിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ യഹൂദന്മാർ കണ്ടുപിടിച്ചത് രണ്ട് കാരണമാണ്. ഒന്ന്, അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. രണ്ട്, അവൻ യഹൂദന്റെ രാജാവെന്ന് പറഞ്ഞു. ഈ രണ്ട് കാരണം ചൊല്ലിയാണ് യഹൂദന്മാരെ ക്രൂശിച്ചത്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുക്രിസ്തുവിന്റെ പുത്രത്വം അംഗീകരിച്ചില്ല, യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് യഹൂദന്മാർ യേശുവിന്റെ പുത്രത്വവും രാജ്യത്വം അംഗീകരിച്ചില്ല? അംഗീകരിച്ചിരുന്നെങ്കിൽ അവർ അവനെ മരക്കുരിശിൽ കയറ്റുമായിരുന്നു. അംഗീകരിച്ചിരുന്നെങ്കിൽ അവർ അവന്റെ വിലാപ്പുറം കുത്തിക്കീറുമായിരുന്നു. ിരുന്നെങ്കിൽ അവർ അവനെ മുൾമുടി ചൂടിക്കുമായിരുന്നു. ആത്മീയ തിമിരം ബാധിച്ച ഒരു തലമുറ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം എന്ന വെളിപ്പാട് പ്രാപിക്കാൻ കഴിയാതെ ആ നന്മയായവനെ കാൽവറിയിൽ തൂക്കിക്കളഞ്ഞപ്പോൾ പുറംപറമ്പിൽ കിടന്ന ജാതികളായ നമുക്ക് ഇന്ന് രാത്രി രാജാവെന്ന വെളിപ്പാടോടെ, പുത്രൻ എന്ന വെളിപ്പാടോടെ അവനെ ഉയർത്തുവാൻ ദൈവം എന്ന ഭാഗ്യത്തെ ഓർത്ത് എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കും?
യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് അവർ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചില്ല? അവരോട് ചോദിച്ചാൽ അവര് പറയും, ജനനം കൊണ്ട് ഞങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കാൻ പറ്റത്തില്ല. യഹൂദന്മാരെ, നിങ്ങളുടെ രാജാവായി നിങ്ങളുടെ ഇടയിലേക്ക് പിറന്ന യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് നിങ്ങൾ രാജാവായി അംഗീകരിച്ചില്ല? യഹൂദന്മാരാകമാനം പറയും, ജനനം കൊണ്ട് ഞങ്ങൾക്ക് അവനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് രാത്രി ഞാൻ അഭിമാന പുളകിതനാകുകയാ. ചോരയ്ക്ക് ചൂടുള്ള ഈ പ്രായത്തിൽ ഞാൻ ഉയർത്തുന്ന യേശുക്രിസ്തു ജനനം കൊണ്ടും വ്യത്യസ്തനാണ്, മാർഗം കൊണ്ടും വ്യത്യസ്തനാ. ഒരാമേ പറഞ്ഞാട്ടെ. യഹൂദന്മാര് പറയും, അവന്റെ ജനനം കൊണ്ടും അവന്റെ മാർഗം കൊണ്ടും അവനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി മുഴുവൻ പ്രസംഗിച്ചാലും തീർക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത, യേശുക്രിസ്തുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത. എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ട് അവർ യേശുവിനെ അംഗീകരിക്കാഞ്ഞത്? എന്താ ജനനത്തിന്റെ പ്രത്യേകത? പറയാം. സാധാരണ രാജകുമാരന്മാർ ജനിക്കേണ്ടത് എവിടെയാണ്? രാജകൊട്ടാരത്തിൽ. നമുക്കറിയാം, ഒരുപാട് രാജഭരണ വാഴ്ചയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. രാജഭരണ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പല അപ്പന്മാരും അമ്മമാരും ഇവിടെയുണ്ട്. അവരോട് ചോദിച്ചാൽ അവര് പറയും, ഇവിടെ ഉദയം ചെയ്ത സകല രാജകുമാരന്മാരും ജനിച്ചത് എവിടെയാ? രാജകൊട്ടാരത്തിൽ. ഇന്നലെ വരെ ഇവിടെ ഉദയം ചെയ്ത സകല രാജകുമാരന്മാരും തിരപ്പിറവി എടുത്തത് രാജകൊട്ടാരത്തിലാ. യേശു ജനിച്ചത് എവിടെയാ? ജനനം കൊണ്ട് അവർക്ക് അവനെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. സകല രാജകുമാരന്മാരും ജനിച്ചത് രാജകൊട്ടാരത്തില. അതുകൊണ്ടാണല്ലോ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരികയാ. എങ്ങനെയാ വരുന്നത്? നിക്ഷേപ പാത്രങ്ങളിൽ പൊന്നും മോറും കുന്തിരിക്കവും നിറച്ച് കിഴക്ക് നിന്ന് വിദ്വാൻമാര് വരികയാ രാജാവിനെ കാഴ്ചവെച്ചു വണങ്ങാൻ. നക്ഷത്രം കണ്ടാണ് അവർ വരുന്നത്. പക്ഷെ വന്ന വഴിക്ക് ഇടയ്ക്ക് ഹെറോദാവിന്റെ കൊട്ടാരം കണ്ടപ്പോ നക്ഷത്രത്തിൽ നിന്ന് നോട്ടം മാറ്റി അവർ കൊട്ടാരത്തിലോട്ട് കയറിട്ട് ചോദിക്കുക, യഹൂദന്റെ രാജാവായി പിറന്നവൻ എവിടെ? അവരെയും തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല. അവരും വിചാരിച്ചത് ഒരു രാജകുമാരൻ പിറക്കേണ്ടത് എവിടെയാ? രാജകൊട്ടാരത്തില. ഉലകം കണ്ട സകല രാജകുമാരന്മാരും തിരുപ്പുറവിയെടുത്തത് രാജകൊട്ടാരങ്ങളിലും പട്ടുപ്പാവിലും മണിമാളികളിലുമാകുമ്പോൾ യേശുക്രിസ്തു എന്ന രാജാതി രാജാവ്, രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമാകുന്ന ക്രിസ്തു എന്ന രാജാവ് എവിടെയാ ജനിച്ചത്? പറയാമോ? മലയങ്കാർക്ക് യേശു എന്ന രാജാവ് എവിടെയാ ജനിച്ചത്? സ്തോത്രം പറയാമോ? പുൽത്തൊഴുത്തിൽ നിന്ന് ആരോ പറഞ്ഞു, പുൽത്തൊഴുത്തിൽ കിടത്തിയെന്നുണ്ട്. പണ്ട് ഞങ്ങളും വിശ്വസിച്ചത് ഇങ്ങനെ. 30 വർഷത്തിന് പുറകെ പള്ളിയിൽ പോകുമ്പോഴേ എപ്പിസ്കോപ്പൽ വിശ്വാസത്തിൽ നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളും വിശ്വസിച്ചത് ഇങ്ങനെയാ, യേശു ജനിച്ചത് എവിടെയാ? പുൽക്കൂട്ടിൽ. അതുകൊണ്ട് ഡിസംബർ 1 ആകുമ്പോഴേ ഞങ്ങൾ അരിവാളും കാച്ചി വനത്തിൽ കയറി വാറ്റുപുല്ലും മരുതിക്കമ്പം വിട്ട് വീടിന്റെ മുറ്റത്തൊരു തകർപ്പൻ പുൽക്കൂട് തീർക്കും. അന്ന് വീട്ടിൽ കത്തിക്കാൻ മെഴുകുതിരിയില്ലെങ്കിലും പുൽക്കൂട് ഞങ്ങൾ കത്തിക്കും. കാര്യം ഞങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തു ജനിച്ചത് പുൽക്കൂട്ടിലാണെന്ന്. പ്രിയരെ, പശുത്തൊട്ടിൽ കിടത്തിയെന്നുണ്ട്, പക്ഷെ ജനിച്ചെന്നില്ല. അവിടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, അവനെ പ്രസവിച്ച ശേഷം, കേട്ടോണം, അവനെ പ്രസവിച്ച ശേഷം കിടത്തുവാൻ സ്ഥലം പോരായികയാൽ ശീലകളിൽ പൊതിഞ്ഞ് അവരവനെ പശുത്തൊട്ടിൽ കിടത്തി. കേട്ടോ, പ്രസവിച്ച ശേഷം കിടത്തുവാൻ സ്ഥലം പോരായികയാൽ, പ്രസവിച്ച ശേഷം അവനെ കിടത്തുവാൻ സ്ഥലമില്ലായികയാൽ ശീലകൾ ചുറ്റി അവർ അവനെ പശുത്തൊട്ടിൽ കിടത്തി. അവ പ്രസവിച്ചത് എവിടെയാ? പ്രസവിച്ച ശേഷം കടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പശുത്തൊട്ടിൽ കിടത്തിയത്. അപ്പൊ പ്രസവിച്ചത് എവിടെയാ? ആ ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം തരേണ്ടിയത്. ചരിത്രത്തോട് ചോദിക്ക്, പണ്ഡിത വര്യന്മാരോട് ചോദിക്ക്, യേശു എവിടെയാ ജനിച്ചത്? സകല ചരിത്രങ്ങളും സകല ജ്ഞാനികളും കരം മറത്തി കാണിക്കുമ്പോൾ തലമുറയ്ക്ക് മുമ്പ് ജീവിച്ച ഭക്തന്മാർ ആത്മാവിൽ പറയും, അവൻ ജനിച്ചതേതോ വഴിയോരത്ത്, അവൻ ജനിച്ചതേതോ പാറയുടെ പിറപ്പിൽ, അവൻ ജനിച്ചതേതോ വിജനമായ ഇടത്ത്. കേൾക്കണോ? മഞ്ഞ് പെയ്യുന്ന മാമരം കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ നിറവയറോടെ പുളയുന്ന മറിയുടെ കൈക്ക് പിടിച്ച് യോസേപ്പ് എന്ന യൗവനക്കാരൻ തെരുവിലെ ഓരോ വീടിന്റെ വാതിലും മുട്ടുകെട്ടവർ തണുത്തു വിറച്ച് വാതിൽ തുറന്നപ്പോൾ പ്രസവവേദനയോടെ പുളയുന്ന
ഒരു യൗവനക്കാരിയുടെ കൈക്ക് പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ വാവിട്ടിടം ചോദിച്ചു, എന്റെ ഭാര്യയ്ക്ക് പ്രസവിച്ചിടാൻ, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ലോകരക്ഷകന്റെ തിരുപ്പുറമിക്കായി നിങ്ങളുടെ വീടിന്റെ ഉപയോഗശൂന്യമായ ഒരു ഒഴിഞ്ഞ മുറി തരുമോ? ചോദ്യം കേട്ടവർ കേട്ട ഭാവം നടിക്കാതെ വാതിൽ കൊട്ടികടച്ചകത്ത് കയറി തന്നിഷ്ടക്കാരുടെ സ്വൈരവികാര കേന്ദ്രമാകുന്ന വഴിയമ്പലത്തിൽ ഇടം ചോദിച്ചു. അവിടെയും ഇടം നിഷേധിക്കപ്പെട്ടു. പ്രസവിച്ചല്ലേ പറ്റൂ. മഞ്ഞ് പെയ്യുന്ന പാതിരാ നേരത്ത് മറിയവനെ എവിടെയാ പ്രസവിച്ചത്? ആള് ചെല്ലാത്ത വിജനമായ ഏതോ സ്ഥലത്ത്, ആളൊഴിഞ്ഞ ഏതോ വഴിവീഥിയിൽ, ഏതോ പാറയുടെ വിറപ്പിൽ അവൾ അവന് ജന്മം കൊടുത്തു. പറയട്ടെ, 2013 വർഷങ്ങൾക്ക് പുറകിൽ ലോകരക്ഷകന്റെ തിരുപ്പുറവിയോടുള്ള ബന്ധത്തിൽ ഇവിടുത്തെ വമ്പന്മാരുടെ കൂടാരത്തിന്റെ വാതിൽ കൊട്ടിയടയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് രാത്രി അവന് വസിക്കുവാൻ ഹൃദയത്തിന്റെ ശ്രീകോവിൽ തുറന്നു കൊടുത്ത ദൈവവൈതലേ, നിന്നെ പോലെ ഭാഗ്യമുള്ള വ്യക്തി ഈ ലോകത്തിലില്ല. ആ ഭാഗ്യം ലഭിച്ചവർ അവനെ സ്തുതിച്ചാട്ടെ. ആമേൻ. അപ്പോൾ ജനനം കൊണ്ട് രാജാവായിട്ട് യഹൂദന്മാർക്ക് യേശുവിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ജനിക്കുവാൻ ഇടമില്ലാതെ തച്ചന്റെ കൊച്ചനായി വഴിയോരത്ത് പറന്ന് ഒരു പാവപ്പെട്ടവനെ ഞങ്ങളുടെ രാജാവായോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജാവിനെ പറ്റി ഒരു സ്വപ്നമുണ്ട്. അങ്ങനെ വഴിയോരത്ത് പറന്ന് കിടക്കുവാൻ ഇടമില്ലാതെ വിജനമായിടത്ത് ഒരു ദരിദ്രജന്മമെടുത്ത് ഒരുവനെ ഞങ്ങളുടെ രാജാവായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആ കരങ്ങൾ ഉയർത്തി വരാമേൻ പറഞ്ഞാട്ടെ. യേശുക്രിസ്തു ജനനം കൊണ്ട് ദരിദ്രനായില്ലേ? ജീവിതം കൊണ്ട് അതിലും ദരിദ്രൻ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് തലചായിക്കാൻ ഈ ഊഴിയിൽ നാഴി മണ്ണില്ല പ്രിയരെ. ജനനം കൊണ്ട് ദരിദ്രൻ, ജീവിതം കൊണ്ട് അതിലും ദരിദ്രൻ. എന്താ ജീവിതം കൊണ്ട് ദരിദ്രൻ എന്ന് പറയുന്നത്? സ്വന്തമായി അവന് വീടില്ല, സ്വന്തമായി അവന് ശവക്കല്ലറയില്ല, അവനെ അടക്കിയത് മറ്റൊരാളുടെ കല്ലറയില്ല. രഥങ്ങളും തേരുകളുമുള്ള നാട്ടിൽ അവന്റെ പ്രവചനത്തിന്റെ ചുരുളടിക്കാൻ അവൻ കയറി ഏറ്റവും വലിയ വാഹനം കഴുതയുടെ പുറമാണ്. ഒന്നുമില്ലാത്തൊരു പരമദരിദ്രനായി ഈ ലോകത്തിലേക്ക് വന്നു. ഒരു ദരിദ്രനായി ഇവിടെ പാർത്തു. ഒരാമയും പറയാമോ? അവൻ അനുചരന്മാരായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ആരെയാ? ഉന്നത കുലജാതരെയല്ല. സമൂഹം അവനെ അവഗണിച്ചു മാറ്റി നിർത്തിയ പാപികളെയും ചുങ്കക്കാരെയും പണിത് പരിവപ്പെടുത്തി ശിഷ്യന്മാരാക്കി അവരോടുകൂടെ അന്തിയുറങ്ങി അവർ ചുട്ടുകൊടുക്കുന്ന അപ്പവും മീനും കഴിച്ച് അവരോടുകൂടെ പാർത്തൊരു ദരിദ്രനായ സാധാരണക്കാരൻ. ഒന്നുമില്ലാത്തൊരു പരമദരിദ്രനായി ലോകത്തിലേക്ക് വന്ന് പാട്ടുകാരൻ പാടിയതുപോലെ അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ ഒരു വഴിയാധാര ജീവിയെ പോലെ 33 വർഷം അവൻ ഈ പാർത്തലത്തിൽ പാർത്തു. യഹൂദന്മാർക്കും യവനന്മാർക്കും പട്ടാളക്കാർക്കുമെല്ലാം ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ ഒരു കുഞ്ഞാട് പോലെ അവൻ നിന്നു കൊടുത്തു. ഒന്നുമില്ലാത്തവനായി ഒരു പരമദരിദ്രനായി ലോകത്തിലേക്ക് വന്ന ശേഷം ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളതും കൂടെ നമുക്ക് തന്നിട്ട് പോയി. ഒന്നുമില്ല പോകാൻ നേരത്ത് തരാൻ, പക്ഷെ ഉള്ളതുകൂടെ തന്നിട്ട് പോയി. എന്താ തന്നത്? കണ്ണുനീരോടെ കാൽവരിയുടെ ചുവട്ടിലേക്ക് നോക്കിയേ. മരണസമയം എന്താ തന്നത്? വസ്ത്രമൂരി പടയാളിക്ക് കൊടുത്തു. നിങ്ങളെടുത്തോ. അമ്മയെ യോഹനാന് കൊടുത്തു, നീ എടുത്തോ. പ്രാണൻ നമുക്ക് മറുപടിയായി തന്നു, നിങ്ങൾ എടുത്തോ. ആത്മാവിനെ തൃക്കയേൽപ്പിച്ചു, അങ്ങെടുത്തോ. ശേഷിക്കുന്ന ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസേപ്പിന് കൊടുത്തു, നീ എടുത്തോ. ഇന്ന് രാത്രി നാട്ടുകാരെ, ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന യേശു വെറും പരമദരിദ്രനായ ഒരു ക്രിസ്തുവല്ല. തീർത്തും ദരിദ്രനായ ഒരുവനെ അല്ല ഞങ്ങൾ ഉയർത്തുന്നത്. സമ്പന്നനായിട്ടും ദരിദ്രനായി തീർന്ന ഒരുവനെയോ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. എന്താണ് നമ്മുടെ കർത്താവിന്റെ സമ്പന്നത? അവൻ ദരിദ്രനായി ഉലകത്തിൽ വന്നെങ്കിലും അവനെ പോലെ സമ്പന്നൻ വേറെ ആരുമില്ല. എന്താ യേശുവിന്റെ സമ്പന്നത? കേരളം കണ്ട, ഭാരതം കണ്ട, ലോകം കണ്ട ധനാഠ്യന്മാരെ എല്ലാം വിളിച്ച് നിരത്തി നിർത്ത്. പാമലയും കേപ്പിയും ബെർലായും ടാറ്റായും പിന്നെ അംബാനിയൊക്കെ വരട്ടെ. ഇവിടുത്തെ ഭാരതത്തെ കിടിലം കുളിച്ച കോടീശ്വര പ്രഭുക്കൾ നിരന്നു നിൽക്കട്ടെ. അവരുടെ നടുവിൽ ക്രിസ്തുവിനെയും കൂടെ നിർത്ത്. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങളുടെ ആസ്തി പറയാമോ? ടാറ്റ പറയും 30,000 കോടി കവിഞ്ഞു, 25,000 ഏക്കറായി.
ബെർല പറയും 60,000 കോടി കവിഞ്ഞു. അംബാനി പറയും 2 ലക്ഷം കോടി കവിഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കർ പറയും 20,000 കോടി കവിഞ്ഞു. MS ധോനി പറയും 35,000 കോടിയും 15,000 ഏക്കറും കവിഞ്ഞു. അതിന്റെ നടുവിൽ ഒരു കള്ളച്ചിരിയോടെ യേശു നിൽക്കുക. ചോദിക്കപ്പച്ച, നിന്റെ ആസ്തി ഒന്ന് പറയാമോ? നിറചിരിയോടെ നമ്മെ നോക്കിട്ട് പറയും, മോനെ, എന്റെ ആസ്തി 2 ലക്ഷം കോടിയല്ല, എന്റെ ആസ്തി 50,000 കോടിയല്ല, എന്റെ ആസ്തി 15,000 കോടിയല്ല, എന്റെ ആസ്തി 85,000 ഏക്കറല്ല, എന്റെ ആസ്തി 100,000 ഏക്കറല്ല. പിന്നെ എത്രയാപ്പച്ച? ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ഇതിന്റെ തീരാധാരം എന്റെ കയ്യില്. ഇന്ന് രാത്രി നാം ഉയർത്തുന്നത്, ഈ പരസ്യ സ്ഥലത്ത് നാം ആരാധിക്കുന്നത് പരമദരിദ്രനായ ഒരു ക്രിസ്തുവിനെയല്ല, സമ്പന്നനായിട്ടും ദരിദ്രനായി തീർന്ന ഒരുവനെയോ ഇന്ന് രാത്രി നാം ഇവിടെ ഉയർത്തുന്നത്. അവനെ പോലെ സമ്പന്നനാരുമില്ല. സമ്പന്നനായിട്ടും അവനവന്റെ ദൗത്യം തികയ്ക്കാൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്നത് ഒരു പരമദരിദ്രനായിട്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം നിമിത്തം അവർക്ക് അവനെ അംഗീകരിക്കാൻ പറ്റിയില്ല. 2 മാർഗം നിമിത്തം അവർക്ക് അവനെ അംഗീകരിക്കാൻ പറ്റിയില്ല. എന്താ ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു മിശിഹായെ പ്രതീക്ഷിച്ചു. പിതാക്കന്മാരുടെ കാലഘട്ടം തൊട്ടേ ദൈവം യഹൂദന്മാരോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ്, ഒരു മിശിഹ വരാൻ പോകുകയാ. വാഗ്ദത്തം കേട്ട അന്ന് മുതൽ യഹൂദന്മാർ സ്ഥലമൊരുക്കി മിശിഹായെ കാത്തിരിക്കുക. ഇന്നും സ്ഥലമൊരുക്കി കാത്തിരിക്കുക. പക്ഷെ മിശിഹ വന്നു, ദൗത്യം തികച്ചു, കയറിപ്പോയി. ഇനിയും വിശുദ്ധന്മാരായ നമ്മെ ചേർക്കാൻ വരും. ആ പൊട്ടന്മാർക്ക് അത് മനസ്സിലായില്ല. ജാതികളായ നമുക്ക് ആ വെളിപ്പാട് ലഭിച്ചതോർത്ത് ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. യേശുക്രിസ്തു ജനനം കൊണ്ട്, യേശുക്രിസ്തുവിനെ അവൻ അംഗീകരിക്കാവുന്നത് ജനനം കൊണ്ടും വ്യത്യസ്തനാണ്, മാർഗം കൊണ്ടും വ്യത്യസ്തനാണ്. ജനനത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. ഇനി മാർഗത്തിന്റെ പ്രത്യേകത എന്താ? യഹൂദന്മാര് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മിശിഹായെയാണ്. തകർന്നു പോയവരുടെ കൂടാരത്തെ പുതുക്കി പണിയാൻ, അവരുടെ സാമ്രാജ്യത്തെ പുതുക്കി പണിയാൻ ഒരു മിശിഹ വരും. യഹൂദന്മാർ അന്ന് മുതൽ ഇന്ന് വരെ കാത്തിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മിശിഹായെയാണ്. ഒരു പൊളിറ്റിക്കൽ മിശിഹ വന്ന് ഒരു പൊളിറ്റിക്കൽ കിങ്ഡം സ്ഥാപിക്കുമെന്ന യഹൂദന്മാർ വിശ്വസിച്ചത്. യഹൂദന്മാർ വിശ്വസിച്ചത് രാഷ്ട്രീയ മിശിഹായെയാണ്. രാഷ്ട്രീയ മിശിഹ വന്ന് രാഷ്ട്രീയ രാജ്യം സ്ഥാപിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചത്. പക്ഷെ യേശു രാഷ്ട്രീയ മിശിഹായല്ല. യേശു സ്ഥാപിക്കുന്നത് രാഷ്ട്രീയ രാജ്യമല്ല, അവന്റെ രാജ്യം സകലത്തിന്റെ രാജ്യം. ഒരാമൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ നേരത്തെ പീലാത്തോസ് എന്നോട് ചോദിച്ചു, നീ രാജാവാണോ? നെഞ്ചത്ത് തട്ടി കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവ് തന്നെ. എന്നാ യേശുവേ, നിന്റെ സ്വന്തക്കാര് നിന്നെ ക്രൂശിക്കാൻ പറഞ്ഞത് എന്തിനാ? പീലാത്തോസിനോട് യേശു പറഞ്ഞു, പീലാത്തോസെ, നിനക്ക് തെറ്റിപ്പോയി. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ പടയാളികൾ ഇറങ്ങി അവരെ പീസ് പീസാക്കിയതും. എന്റെ രാജ്യം സഹനത്തിന്റെ രാജ്യമാ. അപ്പൊ ക്രിസ്തുവിന്റെ രാജ്യം ഏതെന്നറിയാമോ? സഹനത്തിന്റെ രാജ്യമാ, ക്ഷമയുടെ രാജ്യമാ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മാർഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് സഹനത്തിന്റെ മാർഗമാ, അത് ക്ഷമയുടെ മാർഗമാ. ഒരാമൻ പറഞ്ഞാട്ടെ. ക്ഷമയുടെ മാർഗം. നാട്ടുകാരെ, നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ മിണ്ടത്തില്ല. കാര്യം ഞങ്ങളുടെ മാർഗം ക്ഷമയുടെ മാർഗമാ. സ്തോത്രം. മാർഗമാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ സഹനത്തിന്റെ മാർഗത്തിന് വേണ്ടി ഒരുത്തന്റെ ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ ആ പൊടിഞ്ഞ ചോരക്കകത്തു നിന്നും ഈ മാർഗത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് വക്താക്കളെ പൊക്കാൻ കരുത്തുള്ള മാർഗമാ ക്രിസ്തുവിന്റെ മാർഗം. ആമേൻ. യേശുക്രിസ്തുവിന്റെ മാർഗം സ്നേഹത്തിന്റെ മാർഗമാ, സഹനത്തിന്റെ മാർഗമാ, ക്ഷമയുടെ മാർഗമാ. അങ്ങനെയാണെങ്കിൽ എവിടെല്ലാം ക്രൈസ്തവർ വ്യാപകമായി വേട്ടയാടപ്പെടുന്നില്ലേ? നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കേ. അകാരണമായി വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ രക്തം വീണ് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മണ്ണുകൾക്ക് കടും ചുമപ്പ് നിറമാകുകയാണ്. ഒറീസയിലേക്ക് നോക്ക്. അരുൺദാസും ഹാംസ്റ്റൈൻസും പിഞ്ചോമനുകളും മതഭ്രാന്തന്മാരുടെ ഇരകളായി മാറി. എന്തുകൊണ്ട് ക്രൈസ്തവ ഗോളം പ്രതികരിച്ചില്ല? നിങ്ങൾക്കറിയാമോ? 22 വയസ്സുള്ള സൗമ്യയെ ഗോവിന്ദചാമി കൊലപ്പെടുത്തി കൊന്നു. ഡൽഹി കൂട്ടമാനഭംഗ കൊലക്കേസിൽ 23 വയസ്സുള്ള ഒരു പെൺകുച്ചു മരിച്ചപ്പോൾ തന്റെ കേസും കാര്യങ്ങളും തകർന്നമായി നടക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ഒരു യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ വാർത്ത വെച്ച് നോക്കിയപ്പോൾ കൊല ചെയ്യപ്പെട്ട 22 വയസ്സുള്ള ആ സൗമ്യയുടെ അമ്മയുടെ അഭിമുഖം മനോരമ ന്യൂസിൽ. ആ അമ്മ പൊട്ടിത്തെറിച്ചു. ഒരു പെൺമക്കൾക്കും ഇങ്ങനെ അവസ്ഥ വരരുത്. ആ അമ്മ ഇങ്ങനെയാ പറഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്ത 22 വയസ്സുള്ള എന്റെ മകൾ സൗമ്യ മൃഗീയമായി കൊലപ്പെടുത്തി, പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കൈയുള്ള ഗോവിന്ദചാമി അവന് കൊലമരം കൊടുക്കണം. ക്രൂശുമരണത്തിനപ്പുറം അവനൊന്നും അർഹിക്കുന്നില്ല. വടകരയിൽ രാഷ്ട്രീയ കുടിപ്പകയുടെ പേരിൽ 51 പരം വെട്ടുവെട്ടി
കൊലപ്പെടുത്തിയ സഖാവ് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ രമ കോടതി വളപ്പിൽ വെച്ച് തന്റെ പ്രിയ ഭർത്താവിന്റെ ഘാതകരെ കണ്ടപ്പോൾ രമ എന്ന് പറയുന്ന സഹോദരി പൊട്ടിത്തെറിച്ചു. അകാരണമായി വെട്ടിക്കൊന്ന എന്റെ ചേട്ടന്റെ ഘാതകരെ തൂക്കിലേറ്റണം. ഡൽഹി കൂട്ടമാനഭംഗ കൊലക്കേസിൽ കൊല ചെയ്യപ്പെട്ട 23-കാരിയുടെ മാതാപിതാക്കൾ കോടതി വളപ്പിൽ വെച്ച് കുഞ്ഞിന്റെ ഘാതകരെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തി ഘാതകരെ കൊല്ലണം, കൊലമരം കൊടുക്കണം അവർക്ക്. മകളെ കൊലപ്പെടുത്തിയ കൊലപാതകരെ നോക്കി കൊലമരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഭർത്താവിനെ വെട്ടി കൊലപ്പെടുത്തിയ ഘാതകരെ നോക്കി രമ പറഞ്ഞത് അവർക്ക് കഴുകുമരം കൊടുക്കണം. നോക്ക്, ഒരു തെറ്റും ചെയ്യാതെ സ്വന്തം ഭർത്താവിനെയും തിരിച്ചറിവാകാത്ത ചിറക് മുളയ്ക്കാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഓറീസയിലെ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു വണ്ടിക്കകത്തിട്ട് പച്ചയ്ക്ക് കത്തിച്ച് കരിക്കട്ട പോലെ മാറ്റിയിട്ടു. ആ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാൻ മുഖം കാണാത്ത വിധത്തിൽ 3 കരിക്കട്ട പോലെ കത്തിച്ചപ്പോൾ ആ പ്രിയ അഭിഷക്തൻ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ദൈവവൃത്തിയാകുന്ന ഗ്ലാഡീസ് പറഞ്ഞത്, എനിക്കവരോട് പ്രതികാരമില്ല, എന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊലപ്പെടുത്തിയ ഘാതകരോട് എനിക്ക് പ്രതികാരമില്ല, ദൈവം അവരോട് ക്ഷമിക്കട്ടെ. ഇതാ ക്രിസ്തുവിന്റെ മാർഗം. ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. സഹനത്തിന്റെ മാർഗമായത്. എവിടെല്ലാം ക്രൈസ്തവർ വ്യാപകമായി വേട്ടയാടപ്പെടുന്നു, എവിടെല്ലാം പുരോഹിതന്മാരുടെ ശിരസ് വെട്ടുന്നു, എവിടെല്ലാം പാസ്റ്റർമാരുടെ കഴുത്തു വെട്ടുന്നു, എവിടെല്ലാം ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, ഓറീസൊരു പാഷയെ 16 കഷ്ണമായി അരിഞ്ഞിട്ട് ആരാധനാലയത്തിന്റെ പുറത്തു വിതറി, മറ്റൊരു അഭിഷക്തന്റെ കുടല് കുത്തി കീറി, റോഡിന് കുറുകെ കുടൽമാല വലിച്ചിട്ടു, മറ്റൊരിടത്ത് യോഗ സ്ഥലത്തേക്ക് കയറി ട്യൂബിലേറ്റ് മിക്സർ വലിച്ചു തകർത്തു, പ്രാസംഗികന്റെ ഉടുപ്പ് വലിച്ചു കീറി, ദൈവജനത്തിന്റെ കണ്ണിൽ മുളക് പൊടി വിതറി. ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമാ. എന്തുകൊണ്ട് ക്രൈസ്തവർ പ്രതികരിക്കുന്നില്ല? കായിക ബലമില്ലാത്തത് കൊണ്ടല്ല, സംഘബലമില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങളുടെ നേതാവ് ഒരു കാര്യം പഠിപ്പിച്ചു, ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറഞ്ഞഘട്ടം കാണിച്ചു കൊടുക്ക. ഇത് സഹനത്തിന്റെ മാർഗമാ. അപ്പോ യേശുക്രിസ്തുവിന്റെ ജനനവും വ്യത്യസ്തം, മാർഗവും വ്യത്യസ്തം. അവസാനിപ്പിക്കുകയാ. ഇതുകൊണ്ട് യഹൂദന്മാർക്ക് യേശുവിനെ രാജാവായിട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. യഹൂദന്മാര് യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചില്ലെങ്കിലും യേശുവിനൊന്നുമില്ല. അയ്യോ, യഹൂദന്മാർ എൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ശുശ്രൂഷ മതിയാക്കി പോയേക്കാമെന്ന് പറഞ്ഞ് യേശു പോയോ? ഇല്ല. യഹൂദന്മാർ അവരുടെ രാജ്യത്വം അംഗീകരിച്ചില്ലെങ്കിലും യേശുവിനൊന്നുമില്ലെന്നേ. പാലസ്തീന്റെ പച്ച തിരിച്ച് ഏതൊക്കെ മണ്ണിൽ കർത്താവ് കാലുകുത്തിയോ അവിടെയൊക്കെ പടപടാന്ന് രോഗികൾ സൗഖ്യമായി. ഒരു സ്വത്രം പറഞ്ഞേ. യഹൂദന്മാർ അവരുടെ രാജ്യത്വം അംഗീകരിച്ചില്ലെങ്കിലും ശവക്കോട്ടയുടെ മുമ്പിലൂടെ കർത്താവ് പോകുമ്പോഴേ പഴുത്ത് പുഴുത്ത് അളിഞ്ഞവൻ എന്നെ വിളിച്ചോ ചോദിച്ച് എഴുന്നേറ്റ് വരികയാണ്. യഹൂദന്മാർ അവന്റെ രാജ്യത്വം അംഗീകരിച്ചില്ലെങ്കിലും കുഷ്ഠരോഗിയുടെ വിരൽത്തുമ്പിൽ അവൻ തൊട്ടപ്പോൾ അവന്റെ കുഷ്ഠം ശുദ്ധമായി. യഹൂദന്മാർ അവന്റെ രാജ്യത്വം അംഗീകരിച്ചില്ലെങ്കിലും മുതകിടം കൂനിയുടെ ആ കൂനിയ മുതുകിൽ അവൻ തൊട്ടപ്പോൾ അവിടെ കൂനി നിവർന്നു വന്നു. ഇന്ന് രാത്രി അഭിഷക്തന്മാരുടെ ദൂത് ഞാൻ പറയട്ടെ, ആരും നിന്റെ ശുശ്രൂഷ അംഗീകരിച്ചില്ലെങ്കിലും, ഒരു പ്രസ്ഥാനവും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ഒരു വ്യക്തിയും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, നിന്റെ ശുശ്രൂഷയെ പറ്റി, ശുശ്രൂഷ തന്നവനെ പറ്റി നിനക്കൊരു തന്റെ ഇടമുണ്ടെങ്കിൽ ആത്മനിയോഗത്തോടെ കാല് വെക്ക. നീ കാല് കുത്തുന്നയിടത്ത് ദൈവത്തിന്റെ കൃപയാ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാ. ഉറപ്പുള്ള ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കാതെ പോയ യഹൂദന്മാരവനെ കൊന്നല്ല, രാജകോലം കെട്ടിച്ചു. എന്താ കോലം? വ്യക്തിത്വത്തെ പുച്ഛിക്കുന്ന ഒന്നാം കോലം കേട്ടിട്ടില്ലേ? മന്ത്രിയുടെ കോലം കത്തിച്ചെന്നും ക്യാപ്റ്റന്റെ കോലം കത്തിച്ചെന്നും ഒക്കെ. യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കാതെ പോയ യഹൂദന്മാർ അവനെ രാജകോലം കെട്ടിച്ചു. ഒരു രാജാവിന്റെ വേഷം എന്താണ്? തലയിൽ കിരീടം, കയ്യിൽ ചെങ്കോൽ, കാലിൽ വിലയുള്ള ചെരുപ്പ്, ശരീരത്ത് വിലയുള്ള വസ്ത്രം, ഇരിപ്പടം, സിംഹാസനം, ഇടത്തുമ്പലത്തും കരുത്തരായ പടയാളി. ഇതാ ഒരു രാജാവിന്റെ വേഷം. യേശുക്രിസ്തുവിനെ കെട്ടിച്ച രാജകോലം നോക്കുകയെ, തലയിൽ മുൾക്കിരീടം, കയ്യിൽ കാരിരുമ്പാണി, കാലിൽ കാരിരുമ്പാണി, ശരീരത്ത് ധൂമ്രവസ്ത്രം, ഇരിപ്പടം പച്ചമര കുരിശ്, ഇടത്തുമ്പലത്തും പെരുങ്കള്ളന്മാർ. ക്രൂശിന്റെ തലയ്ക്കൽ ഒരു മേലെടുത്ത് നസ്രയനാകുന്ന യേശു യഹൂദന്റെ രാജാവ് രാജകോലം കെട്ടി സ്വന്തം തോളിൽ തല ചായിച്ച് പ്രാണനെ വിട്ടുകിടക്കുന്ന യേശുവിനെ നോക്കി നഗരവീതിയിലൂടെ പോകുന്ന സകല പുള്ളികളും അധരമറത്തി തലകുലുക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു രാജാവിന്റെ കിടപ്പ് കണ്ടോ? ലോകമേ, നിങ്ങൾ കെട്ടിച്ച രാജകോലം ആസന്നഭാവിയിൽ രാജവേഷമാകാൻ പോകുകയാ. നിങ്ങൾ പുച്ഛിച്ചെഴുതിയ ഈ കളിയാക്കിയ എഴുത്ത് ആസന്നഭാവിയിൽ അധികാരത്തിന്റെ എഴുത്താകാൻ പോകുകയാ.
എന്നാ അത് സംഭവിക്കുന്നത്? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ മധ്യകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുൾമുടി ചൂടിയ ശിരസിൽ അന്നവൻ രാജമുടി ചൂടും. ആമേൻ പറയാമോ? കാലിലും ബാണി കടിച്ച കരത്തിൽ അന്നവൻ നീതിയുടെ കോൽ പിടിക്കും. കാലിലും ബാണി കടിച്ച പാദത്തില് അന്നവൻ അഗ്നിത്തൂണിന്റെ പാദമുള്ളവനായിരിക്കും. ഇരിപ്പടം പച്ചമര കുരിശല്ല, വെള്ള സിംഹാസനത്തിൽ ഇരിക്കും. ദേഹത്ത് ധൂമ്രവസ്ത്രമല്ല, തേജസ് വാരി കൊടുക്കും. ഇടത്തും വലത്ത് കള്ളന്മാരല്ല, രണ്ട് ശക്തന്മാരായ ദൂതന്മാരുടെ അകമ്പടിയോടെ മുടി ലോകത്തെയും നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാതിരാജാവായി യേശു ഭരണത്തിന് രംഗപ്രവേശനം ചെയ്യാൻ പോകുക. അന്നവൻ സ്ഥാപിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഇളകാത്ത രാജ്യം. ആ രാജ്യത്തിൽ കരണ്ട് കെട്ടില്ല, ആ രാജ്യത്തിൽ രോഗദുഃഖ ദുരിതങ്ങളില്ല, ആ രാജ്യത്തിൽ രാഷ്ട്രീയ കൊള്ളുവെപ്പില്ല, ആ രാജ്യത്തിൽ മരണമില്ല, ആ രാജ്യത്തിൽ ദാഹം വിശപ്പ് ദുഃഖം ദുരിതമില്ല. യേശുവാസന്റെ ഭാവിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ഇളകാത്ത രാജ്യത്തിന്റെ അംശിയാകാൻ ഭാഗ്യം ലഭിച്ചവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആസന്ന ഭാവിയിൽ യേശു ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന ഇളകാത്ത രാജ്യത്തിന്റെ അംശിയായി തീരുക. ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ സുപ്രസാദകാലം, ഇതാ സുവർണാവസരം. നിന്റെ പാപവഴികളെ ഉപേക്ഷിക്കുക. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച് പാപവഴിയോട് വിട പറഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. അവൻ സ്ഥാപിക്കാൻ പോകുന്ന ഇളകാത്ത രാജ്യത്തിന്റെ അംശിയായി നിനക്ക് മാറാൻ പറ്റും. അല്ല എങ്കിലോ നീ എന്തിന്റെ അംശിയായിരിക്കും? കത്തുന്ന നരകത്തിന്റെ അംശിയായിരിക്കും. പ്രാവചനികമായി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രാവചനികമായി 4 ഭരണങ്ങൾ വേദപുസ്തകം വിരൽ ചൂണ്ടുന്നു. 1 രാജാധിപത്യം, 2 ജനാധിപത്യ ഭരണം, 3 ഏകാധിപത്യ ഭരണം, 4 ദൈവാധിപത്യ ഭരണം. സഹൃദയരെ, രാജാധിപത്യ ഭരണം ചരിത്രമായി നേപ്പാളിൽ ഉണ്ടായിരുന്ന രാജാധിപത്യ ഭരണത്തിന്റെ കൊടിയിറങ്ങി ഇന്നെവിടെയും എങ്ങും എല്ലായിടവും രാജാധിപത്യ ഭരണമല്ല, ജനാധിപത്യ ഭരണമാണ്. ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു. ഇവിടുത്തെ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിലാണ് ഇന്ന് നാടും നഗരവും നിൽക്കുന്നത്. ഇന്നത്തെ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ എന്താ സ്വസ്ഥത, എന്താ സമാധാനം? ആഗോള വ്യാപകമായി അടിച്ചുയരുന്ന രാഷ്ട്രീയ പ്രതിഷേധ കൊടുങ്കാറ്റി ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ തൂണുകൾ ഇളകിയാടുകയല്ലേ? മന്ത്രി കസേരകൾ തെറിക്കുന്നു, പാർട്ടിക്കാർ തമ്മിലടിക്കുന്നു, രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ കോളിളക്കങ്ങൾ സംഭവിക്കുന്നു. ശ്രവണ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ആഗോള വ്യാപകമായി സംഭവിക്കുന്ന രാഷ്ട്രീയ ആ പ്രശ്നങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അടിച്ചുയർന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ ഇളകിയാടുന്ന ജനാധിപത്യ ഭരണം നമ്മെ നോക്കി വിളിച്ചു പറയുന്നത് രാജാധിപത്യ ഭരണം അസ്തമിച്ചതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ജനാധിപത്യ ഭരണം അസ്തമിക്കും. ജനാധിപത്യ ഭരണം അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നിവിടെ ഭരണത്തിന് വരുന്നത് ആരാ? ഏകാധിപതി, അതായത് എതിർ ക്രിസ്തു. ഒരു കാര്യം സത്യമാണ്, ജനാധിപത്യ ഭരണം അസ്തമിക്കും, ഏകാധിപത്യ ഭരണം ഇവിടെ ഉണ്ടാകും. ഇതിന്റെ ഇടയിൽ കൃപ പ്രാപിച്ച ദൈവസഭ ഇവിടെ എടുക്കപ്പെടും. നമ്മുടെ വീണ്ടെടുപ്പിന്റെ കാലം അടുത്തിരിക്കുകയാണ്. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജനാധിപത്യ ഭരണം അസ്തമിക്കാറായി. ഏകാധിപതിയായ എതിർ ക്രിസ്തു ഭരണത്തിന് വരാൻ സമയമായി. അതാ പത്രോസ് പറയുന്നത്, അധർമ്മമൂർത്തിയും നാശയോഗ്യനും ഇപ്പോഴേ വെളിപ്പെട്ട് കഴിഞ്ഞു. വഴി മുടക്കുന്നവൻ വഴി മാറിയേ പറ്റൂ. ബറാക് ഒബാമ ഭാരത സന്ദർശനത്തിന് വരുന്നതിന്റെ 6 മാസം മുമ്പ് തന്റെ സകല പരിവാര സൈന്യവും ഭാരതത്തിൽ വന്നെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഇങ്ങോട്ടുള്ള ആഗമനത്തിന് മുൻപായി സകല ലക്ഷണങ്ങളും കണ്ടു കഴിഞ്ഞു. അവന്റെ മുദ്ര വെളിപ്പെട്ട് കഴിഞ്ഞു. പെന്തക്കോസ്തിന്റെ ഈറ്റിലമായ തിരുവല്ലയിലും കുമ്പനാട്ടിലും സാത്താന്യ ആരാധനയുടെ കവാടങ്ങൾ തുറന്നു. കേരളത്തിലെ പല നഗരങ്ങളിലും പ്രശസ്തമായ പല പട്ടണത്തിന്റെ പെരുവഴികളും ഇടവഴികളിലും സാത്താന്യ ആരാധനകൾ പ്രബലപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. എതിർ ക്രിസ്തു ഭരണത്തിന് വരാൻ പോകുകയാണ്. സഭ വിശുദ്ധിയെ തികച്ചൊരുങ്ങി നിന്നോണം. നിലയ്ക്കാത്ത നാളിൽ കാഹളം ധരിക്കും. ഇവിടെ കയറി വരുമെന്നൊരു ശബ്ദം കേൾക്കും. സഭ ഇവിടെ നടക്കപ്പെടും. പത്രോസ് പറയുന്നത്, അധർമ്മമൂർത്തിയും നാശയോഗ്യനും ഇപ്പോൾ വെളിപ്പെട്ടു, വഴി മുടക്കുന്നവൻ വഴി മാറിയേ പറ്റും. എതിർ ക്രിസ്തുവിന്റെ ഇങ്ങോട്ടുള്ള ആഗമനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇവിടുത്തെ നിയമസഭയും പാർലമെന്റും മറ്റ് കാര്യങ്ങളുമല്ല. എതിർ ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്ക് ആഗമനത്തിന് തടസ്സമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവും വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുമാ. താമസിക്കാതെ സഭയിൽ നടക്കപ്പെടും, പരിശുദ്ധാത്മാവിൽ നടക്കപ്പെടും. പിന്നെ എതിർ ക്രിസ്തു കിരാതമായി ഭരണത്തിന് ഇവിടെ വരും. അവന്റെ ഭരണത്തിന് എന്നേക്കുമായി കൂച്ചുവലം കിട്ട് മാറ്റിയ ശേഷം പിന്നെ ഇവിടെ ദൈവാധിപത്യ ഭരണത്തിന് ഒരുവൻ വരും. അവന്റെ പേരാ ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തു. ആ ദൈവാധിപത്യ ഭരണ കാലഘട്ടങ്ങളിൽ ഇളക്കമില്ലാത്ത ഒരു നിത്യരാജ്യം അവൻ സ്ഥാപിക്കും. ആ രാജ്യത്തിൽ നീ പ്രവേശനം ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ ഇതാ ഒരു സുവർണാവസരം.
മരണവും ദുഃഖവും ദുരിതവുമില്ലാത്ത ആ ഇളകാത്ത രാജ്യത്തിന്റെ അംശയായി തീരാൻ ഇന്ന് വരെ നിനക്ക് ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിൽ, നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുക. നിന്റെ ശേഷിക്കുന്ന ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി കൊടുക്കുക. ലോകരക്ഷകനാകുന്ന ക്രിസ്തുവിനെ നിന്റെ നാഥനായി സ്വീകരിക്ക്. അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ വിശുദ്ധിയിൽ ജീവിക്കുക. അവൻ സ്ഥാപിക്കുന്ന ഇളകാത്ത രാജ്യത്തിന്റെ അംശയായി തീരുവാൻ നിനക്കും അവസരമുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുക. എല്ലാവരും അതാതിടങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഒറ്റ മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് രാത്രി ഞാൻ അവസാനിപ്പിക്കും. ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുതേ.